خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما وعلموا أمة محمد اللهم صل وسلم وبارك عليه ബഹുമാനികളെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹബത്തിന്റെ പേരിൽ തുടർച്ചയായ മൂന്നാം വർഷവും അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ കാരണവന്മാർ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്ന് നാട്ടിലുള്ളവരും പ്രവാസികളും പലരും പല സഹായങ്ങളും നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വലിയ സന്തോഷം നബി തങ്ങളുടെ പേരിൽ നാട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുക, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ലഭിക്കാനും അതെല്ലാം കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പ്രഭാഷണ ശേഷം ഖവാലിയും അതുപോലെ ദഫും അങ്ങനെ പല പരിപാടികൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആളുകളൊക്കെ വരുമ്പോ പ്രഭാഷണം അവസാനിപ്പിച്ച് തുടർന്നുള്ള പരിപാടികളും വീക്ഷിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം സന്തോഷത്തോടെ തിരിച്ചു പോകാൻ. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്‌ലിസിൽ വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ചെറിയ കുട്ടികളാകും പോലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങളാരും കൂട്ടണ്ട, നമ്മളെ മക്കളാണ്. അല്ലാഹു നമ്മളെ കുട്ടികളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. മക്കളെ ആമീൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ലാഹുങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. നല്ല കുട്ടികളെ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളും ശ്രദ്ധിക്കണം. അതേ സമയം മുതിർന്നവർ നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്‌ലിസിന്റെ അദബ് മഹാന്മാര് പറഞ്ഞത് വേറെ സംസാരങ്ങളിലേക്കോ മൊബൈലുകളിലേക്കോ നമ്മള് നബി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഏതോ ചാനലിലാണ്, അത് റസൂലുള്ളാഹിനോടുള്ള നിന്ദിക്കലാണ്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ സമയം ഈ പരിപാടി കഴിയുന്നത് വരെ ഇൻഷാ അല്ലാഹ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. തുടർന്നുള്ള പരിപാടികളും വീക്ഷിക്കണം. അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.
ഒരാളെ സ്നേഹിക്കുന്നതിന് 3 കാരണങ്ങൾ നമുക്ക് പറയാം. അഥവാ മൂന്നാലൊരു കാരണത്തിന് വേണ്ടിയാണ് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത്. ഒന്ന് സൗന്ദര്യം തുടങ്ങിയ ബാഹ്യ ഗുണങ്ങൾ. ഒരാൾക്കൊരു സൗന്ദര്യം ഉണ്ടായാൽ അയാൾക്കൊരു പക്ഷേ അയാളോട് നമുക്ക് ഇഷ്ടമുണ്ടാവും. അയാളെ കാണാൻ ചുരുക്കുണ്ടെങ്കിൽ അയാളോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. ഇത് സ്നേഹമുണ്ടാകാനുള്ള ഒരു കാരണമാണ്. രണ്ട് വിജ്ഞാനം തുടങ്ങിയ ആന്തരിക ഗുണങ്ങൾ. നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഇൽമുള്ള ആളുകളോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. ഇൽമു തരുന്ന പണ്ഡിതന്മാരോട് സ്നേഹം ഉണ്ടാവും. 3 അയാളിൽ നിന്ന് തനിക്ക് വല്ല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ, വല്ല ഉപകാരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ, വല്ല സഹായവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളോട് സ്നേഹം ഉണ്ടാവും. അപ്പൊ സ്നേഹം ഉണ്ടാകുന്നതിന് ഈ മൂന്നാലൊരു കാരണമുണ്ടായാൽ മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കാൻ കാരണമാണ്. ഈ 3 ഇനങ്ങൾക്കും ശാഖകളുണ്ട്, ഉപശാഖകളുണ്ട്. ഇത് നീണ്ടു കിടക്കുന്ന കാരണങ്ങളാണ്. സ്നേഹങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട്. ഇപ്പോ സൗന്ദര്യമുള്ള സുന്ദരനായ ഒരാളും മഹാസുന്ദരനായ ഒരാളോട് തമ്മിൽ സ്നേഹത്തിൽ വ്യത്യാസം ഉണ്ടാവും. ആള് സുന്ദരൻ തന്നെയാണ്, പക്ഷെ ഇയാളെക്കാളും സുന്ദരൻ മറ്റേ ആളാണ്. സ്നേഹത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ പണ്ഡിതന്മാരോടും മഹാപണ്ഡിതന്മാരോടും സ്നേഹത്തിൽ അന്തരമുണ്ടാവും. നമുക്ക് ചെറിയ ഗുണങ്ങൾ ചെയ്തു തന്നവരും വലിയ ഗുണം ചെയ്തു തന്നവരും തമ്മിൽ സ്നേഹത്തിൽ അന്തരമുണ്ടാവും. എന്നാൽ ഈ എല്ലാ ഗുണങ്ങളും സ്നേഹിക്കാൻ കാരണങ്ങളായ എല്ലാ നിമിത്തങ്ങളും ഒരാളിൽ ഒരുമിച്ച് കൂടിയാലോ, അങ്ങനെ ഒരാൾ ലോകത്തുണ്ടെങ്കിൽ എപ്പോഴും എല്ലാവരും എല്ലാർത്ഥത്തിലും എല്ലാത്തിനേക്കാളും ആ ആളെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. അതെവിടെയാണ് സംഭവിച്ചത്? ലോകം ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? നല്ല ബുദ്ധിശക്തി, സമ്പൂർണമായ സൗന്ദര്യം, അതുപോലെ അവർണ്ണനീയമായ സൗരഭ്യം, അവാച്യമായ അവിടത്തെ പ്രസന്നത, അവിടത്തെ പ്രതിഭാശക്തി, സദാചാര, സൽസ്വഭാവം, സഹനം, ക്ഷമ, ഉപദേശകൻ, വിശാല മനസ്കത, ദീർഘവീക്ഷണം, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനേകം സ്നേഹിക്കാൻ കാരണങ്ങളായ ഞാൻ ഈ പറഞ്ഞ 3 കാരണങ്ങളും സമ്മേളിച്ച ഒരു പിതാവെന്ന നിലക്ക്, ഒരു മകനെന്ന നിലക്ക്, ഒരു ഭർത്താവെന്ന നിലക്ക്, ഒരു സൈനാധിപൻ എന്ന നിലക്ക്, ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലക്ക്, ഒരു സേവകൻ എന്ന നിലക്ക്, ഒരു അടിമ എന്ന നിലക്ക്, എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പറ്റിയ ഒരാള് അത് റബീഉൽ അവ്വൽ 12 മക്കയിൽ പൂജാതരായ ലോക ജനങ്ങൾക്ക്, എല്ലാ പ്രദേശത്തുകാർക്ക്, എല്ലാ ആളുകൾക്കും നേതാവായി വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും, എല്ലാ വിഷയത്തിലും, എല്ലാ ഗുണങ്ങളും അക്ഷരാർത്ഥത്തിൽ മേളിച്ച അതുല്യമായ ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം. അപ്പൊ അവരെ സ്നേഹിക്കണം എന്നായി ഏത് സമയവും സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ലക്ഷണമാണ്, മഹബ്ബത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷണമാണ് നബിചര്യ പിൻപറ്റുക എന്നത്. അവിടത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. ളുഹർ മാത്രം നിസ്കരിച്ചാൽ പോരാ. എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ളുഹറിന്റെ മുൻപും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കണം.
അസ്ർ നിസ്കരിച്ചാൽ പോരാ, അസ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം. ഇശാ നിസ്കരിച്ചാൽ പോരാ, ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം. 3 റക്അത്ത് വിത്ർ ചുരുങ്ങിയത് നിസ്കരിക്കണം. സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചര്യകൾ ജീവിതത്തിൽ പകർത്തലാണ് അവിടത്തോടുള്ള സ്നേഹമുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം. അതാണ്. അൽഹംദുലില്ലാഹ്, ഈ മഹബ്ബത്തിന്റെ ഈ വലിയ പരിപാടി, പ്രൗഢമായ സ്റ്റേജ്, ഇതിനൊക്കെ പ്രവർത്തിച്ച ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർ പറഞ്ഞു ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നാട്ടിലുള്ളവർ, പ്രവാസികളായ സുഹൃത്തുക്കള് അവർ ലൈവ് കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവരൊക്കെ ഒരുപാട് സഹായിച്ചതുകൊണ്ടാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ മൗലിദ് ആരംഭിച്ച് നല്ല ഭക്ഷണം വിതരണം ചെയ്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കീർത്തനങ്ങൾ, പാട്ടുകൾ, പ്രസംഗങ്ങൾ കേട്ട് അതിന്റെ സമാപന വേദിയിലാണ് നമ്മളുള്ളത്. ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരുപാട് ആളുകള് നമ്മുടെ ഈ സംഘാടകരിലുണ്ട്. എല്ലാവരും അല്ലാഹുവർക്ക് വലിയ ബറക്കാത്ത് ചൊരിയട്ടെ. അത് സ്നേഹത്തിന്റെ മറ്റൊരു ഭാഗമാണ്. നബി തങ്ങളുടെ ചര്യ പിൻപറ്റുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചര്യ, അവിടത്തെ സുന്നത്തുകൾ അത് ജീവിതത്തിൽ പകർത്തണം. അതും ഏറ്റവും വലിയ മഹബ്ബത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒന്നും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പാടില്ല, എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കാൻ പാടില്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ആസ്വദിക്കാൻ പാടില്ല, എന്റെ വിരല് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും, ഏത് വിഷയത്തിന്റെ പേരിലായാലും, നമ്മൾ എഴുതുന്ന, ഷെയർ ചെയ്യുന്ന ഓരോ വിരലുകളും നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ യൗമ യഅ്ളു ളാലിമു അലാ യദൈഹി, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല മസിൽ പവർ ഉണ്ട്, ഞാൻ ഇന്നൊന്നും മരിക്കൂല, ഈ അടുത്തൊന്നും ഞാൻ മരണപ്പെടൂല എന്ന് പറയാനൊരു നിർവാഹവുമില്ല. ഞാൻ സംസാരിക്കുന്ന മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്, ഇത് പിടിച്ചെടുക്കുന്ന ക്യാമറയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഇത് സെറ്റ് ചെയ്യുന്നതിന്റെ മറ്റുള്ള വസ്തുക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഇരിക്കുന്ന കസാരയ്ക്ക് ഗ്യാരണ്ടി ഉണ്ടാവാം, കത്തുന്ന ലൈറ്റുകൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവാം. പക്ഷേ ഈ മൈക്കുണ്ടാക്കിയ നമുക്ക്, ഈ ക്യാമറ നിർമ്മിച്ച മനുഷ്യന് ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടി ഇല്ല. എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഈ പ്രസംഗം കഴിഞ്ഞ് എനിക്ക് എന്റെ നാട്ടിലെത്താൻ, നമുക്ക് നമ്മുടെ വീട്ടിലെത്താൻ കഴിയുമെന്ന് പറയാൻ ഒരാൾക്കും ഗ്യാരണ്ടി ഇല്ല. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് രാവിലെ എഴുന്നേൽക്കുന്നില്ല, ഉണരാത്ത ഉറക്കിലേക്ക് അവര് പോയിട്ടുണ്ട്. നമ്മൾ അറ്റാക്ക് എന്ന് വിളിക്കും, അതല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയും, എന്ത് പേരിട്ടാലും എത്ര പെട്ടെന്നാണ് പലരും മരണപ്പെട്ടു പോകുന്നത്. മുഅ്മിനീങ്ങളെ, മരണപ്പെടുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലിലല്ലാതെ, അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്ത ഏതെങ്കിലും നിഷിദ്ധമായ കാര്യങ്ങളിലാണോ നമ്മൾ മുഴുകുന്നതെങ്കിൽ നമ്മുടെ പരലോക ജീവിതം പരാജയത്തിലാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കരയുന്നു. കരഞ്ഞ് അവിടത്തെ താടിയിലൂടെ വുളു എടുത്ത് വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെ അവിടത്തെ താടിയിലൂടെ കരഞ്ഞ കണ്ണുനീരൊലിച്ചിറങ്ങുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ല ഉസ്മാൻ തങ്ങളെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അവിടെന്ന് പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാള് മരണപ്പെട്ടാൽ പരലോക ജീവിതത്തിൽ ഒരുപാട് വീടുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആ വീടുകളിൽ ഏറ്റവും ഒന്നാമത്തെ വീട് അവന്റെ ഖബറാണ്. ഫമൻ നജാ മിൻഹു, ആ ഖബറിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാൽ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ഞാനും നിങ്ങൾ മരിച്ചാൽ ആ ഖബറിലേക്ക് നമ്മളെ ബാപ്പ വരൂല കേട്ടോ. ഉമ്മാക്ക് വരാൻ കഴിയൂല, നമ്മളെ സ്നേഹിച്ച ഭർത്താവ് വരൂല, ഒപ്പം നിന്ന ഭാര്യ വരൂല, നമ്മളെ നൊന്ത് പ്രസവിച്ച മക്കൾ ഉണ്ടാകൂല, പോറ്റി വളർത്തിയ മക്കൾ വരൂല. ഫർദം വഹീദാ, ഞാൻ മരണപ്പെട്ടാൽ, നിങ്ങൾ മരിച്ചു പോയാൽ ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് മൂടുകല്ല് വെച്ച് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് എന്റെ മക്കള് ബാപ്പ ഇവിടെ മേലെ മണ്ണിടുമ്പോ, ഭർത്താവ് ഭാര്യയുടെ മേലെ മണ്ണിടുമ്പോ, അതേ ഉമ്മയുടെ മേലെ മക്കള് മണ്ണിടുമ്പോ, കൂട്ടുകാര് മണ്ണിടുമ്പോ, അവര് തിരിച്ചു പോയാൽ ആ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്, നമ്മൾ ഒറ്റക്കാണ്. അവിടെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് സുബ്ഹിക്ക് ശേഷം നമ്മൾ ഓതിയ ഖുർആനാണ്. ഇശാ മഗ്‌രിബിനിടയിൽ ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഓതിയ യാസീനാണ്. ഇശാ മഗ്‌രിബിനിടയിൽ നമ്മൾ ഓതിയ സൂറത്തുൽ മുൽക്കാണ്. ഇദാ വഖഅ സൂറത്താണ്. നമ്മൾ നിസ്കരിച്ച തഹജ്ജുദാണ്. നമ്മൾ നിർവഹിച്ച വിത്റുകളാണ്. നമ്മൾ നിർവഹിച്ച റവാത്തിബ് സുന്നത്തുകളാണ്. ചാറ്റ് ചെയ്തത് ഖബറിൽ ഉപകരിക്കൂല. ഫേസ്ബുക്കിൽ സമയം കണ്ടത് കഥേ ഖബറിൽ ഉപകരിക്കൂല. ആളുകളെ പരിഹസിച്ചത് ഖബറിൽ ഉപകരിക്കൂല. ഗീബത്ത് പറഞ്ഞത് ഖബറിൽ ഉപകരിക്കൂല. നമീമത്ത് പ്രചരിപ്പിച്ചത് ഖബറിൽ ഉപകരിക്കൂല. ആ ഖബറിൽ നമുക്ക് സന്തോഷം തരുന്നത് നമ്മൾ ഓതുന്ന യാസീനാണ്, നമ്മൾ ചൊല്ലിയ മൗലിദുകളാണ്, നമ്മൾ ചൊല്ലുന്ന അസ്മാഉൽ ബദ്റാണ്, നമ്മൾ ചൊല്ലുന്ന മറ്റു ദിക്റുകളാണ്, സ്വലാത്തുകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഖബറിൽ കിടക്കുമ്പോ നമുക്ക് സന്തോഷം തരാൻ നമ്മുടെ കയ്യിലെ അമല് വേണം. അല്ലാഹു തന്ന ആയുസ് തീരുമ്പോ ആ അമലുകൾ കുറഞ്ഞു പോയാൽ, ഇന്ന് നമ്മളെല്ലാവരും മൊബൈലിലാണ്, എല്ലാവരും ഇന്ന് മൊബൈലിന്റെ ലോകത്താണ്. അല്ലാഹു നാളെ നമ്മോട് ചോദിക്കും, നിനക്ക് എത്ര ആയുസ് തന്നു മനുഷ്യ? 50 കൊല്ലം നിനക്ക് ഞാൻ ദുനിയാവ് തന്നു, 60 കൊല്ലം ഞാൻ നിനക്ക് ദുനിയാവ് തന്നു, 40 കൊല്ലം ഞാൻ നിനക്ക് ദുനിയാവ് തന്നു. ആ ആയുസ്സിൽ എനിക്ക് വേണ്ടി എന്താണ് നീ ചെയ്തത് എന്ന് അല്ലാഹു ചോദിച്ചാൽ മറുപടി പറയാ നമുക്ക് കഴിയേണ്ടതില്ലേ? അതിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് അത്തരം ഒരു അമലാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ചവനെ, നിന്റെ ഹബീബിന്റെ മാസം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ മുത്തുനബിയുടെ മദ്ഹ് പറയാനും പാടാനും അത് പാടി ദഫ് മുട്ടാനും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇത് പറയാൻ പറ്റിയൊരു അമലാണ്. അല്ലാഹു ആ രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്ത് മരണപ്പെടാം. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിൽ ചിന്ത വേണം. അല്ലാഹുവിൽ ചിന്ത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തപ്പെടാത്തതൊന്നും എഴുതരുത്. അല്ലാഹു പൊരുത്തപ്പെടാത്തതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഇന്ന് ഇപ്പോൾ രാഷ്ട്രീയപരമായി പല നിലക്കും പല വിവാദങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, അതങ്ങനെ ഒരു വഴിക്ക് നടക്കും. നമ്മൾ മരിച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ മരണപ്പെട്ടാൽ ഖബറിൽ നമ്മളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് യാസീൻ ഓതാൻ മറക്കരുത്.
ചാനൽ ചർച്ചകൾ കേട്ട് രസം പിടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ തബാറക ഓതാൻ മറക്കരുത്. ഇതാ വഖാ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈല, എല്ലാ രാവിലും നിങ്ങളുടെ വീടുകളിൽ അതാ സൂറത്തുൽ വാഖിഅ പതിവാക്കി ഓതിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, അവന് ദാരിദ്ര്യം ഉണ്ടാവൂല, അവന് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കൂല, അവന് സാമ്പത്തിക ഞെരുക്കം അല്ലാഹു തആല കൊടുക്കുകയില്ല. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ ആ തബാറക തിരിച്ചു കൊണ്ടുവരണം. ആ ഇദാ വഖഅ നിലനിർത്തണം. യാസീൻ പതിവാക്കണം. അതേ നഫീസത്തുമാല പതിവാക്കണം. അതൊക്കെ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകാൻ കാരണമാണ്. അതല്ല ഇശാ മഗ്‌രിബിനിടയിലും നമ്മളെ യൂട്യൂബിൽ മുത്തുനബി പൊരുത്തപ്പെടാത്ത വീഡിയോ കണ്ടാൽ, അങ്ങനത്തെ ചാനൽ ചർച്ചകളെ കൊണ്ട് ഇശാ മഗ്‌രിബ് സജീവമായാൽ നിങ്ങൾ എത്ര നേർച്ചയാക്കിയാലും, നിങ്ങൾ എത്ര ദുആയിരുന്നാലും, നിങ്ങൾ എന്ത് നടത്തിയാലും അല്ലാഹു ആ വീട്ടിൽ ബറക്കത്ത് തരൂല. മഹാന്മാരായ റഹ്മത്തിന്റെ മലക്കുകൾ വരണോ, അവരുടെ ദുആ കിട്ടണോ, ആ വീട്ടിൽ ബറക്കത്ത് വരാനുള്ള ദിക്റുകളെ കൊണ്ട് മുഖരിതമാവണം. സുബഹിക്ക് ശേഷം ഖുർആൻ ഓതണം, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം. അങ്ങനെ നല്ല ജീവിതം. പഠിച്ചവനെ, ഇനി കുറഞ്ഞ കാലം എനിക്കുള്ളൂ. എപ്പോഴാ മരണപ്പെടാന്ന് പറയാൻ പറ്റൂല. മരണസമയത്ത് നന്നായി മരിക്കണം. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, അതിന്റെ പ്രധാന ലക്ഷണം നബിതങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് നബിതങ്ങളെ കേൾക്കുമ്പോ, നബിതങ്ങളെ പറയുമ്പോ ബഹുമാനിക്കാനും സ്വലാത്ത് ചൊല്ലാനും അവിടത്തെ മദ്ഹ് കേട്ട് ആസ്വദിക്കാനും അത് കേട്ട് മനസ്സിന് കുളിർമയുണ്ടാവുക, ഇതൊക്കെ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. കൂടുതലായി നബിതങ്ങളെ പ്രശംസിക്കുക, കൂടുതലായി നബിതങ്ങളെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെ നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ലക്ഷണമാണ്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ ഉദാഹരണങ്ങൾ എത്രയാണ്. വീട് വളഞ്ഞപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി മുത്തുനബി ശ്രമിക്കുമ്പോ തന്റെ വിരപ്പിൽ കിടത്തുന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. തന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ബീബായ തങ്ങളോടുള്ള മഹബത്ത്, ആ നബി തങ്ങളുടെ വിരിപ്പിൽ അലിയാർ തങ്ങളെ കടന്നുകൊണ്ട് മഹബത്ത് പ്രകടിപ്പിച്ചത്. ഉഹദ് യുദ്ധത്തിൽ ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ അമ്പുകളും അതാ നബി തങ്ങൾക്ക് ചുറ്റും കറങ്ങി ഓടി എല്ലാം തന്റെ നെഞ്ചത്തേക്ക് വരിച്ചുകൊണ്ട് നെഞ്ചിനെ പരിചയാക്കിയ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് എന്താണ് അവിടത്തോടുള്ള സ്നേഹം കാണിച്ചത്? കഴുമരത്തിൽ തൂക്കിയ കൊലക്കയറി ചൂണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, നിന്റെ ഈ ദുർഗതി നിന്റെ നേതാവ് മുഹമ്മദിനാണെങ്കിൽ, മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് നീ ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അവർ തൂക്കിലേറ്റുമായിരുന്നില്ല. അവരുടെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. ജീവൻ രക്ഷപ്പെടുത്തുക എന്ന നിലക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. നബി തങ്ങൾ അവിടെ കൊണ്ടുവരൂല എന്ന് ഉറപ്പാണ്. ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി. എന്നാൽ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അതേപോലെ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലാഹ്, എന്റെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽവെള്ളയിലെ ഒരു ചെറിയ ഒരു മുള്ള് തറക്കുന്നത് പോലെ സയ്യിദിന് ഇഷ്ടമല്ല, ഖുബൈബിന് ഇഷ്ടമല്ല. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ് ശിഖിൻ കാന ലില്ലാഹി മസ്റഈ. ഈ ഖുബൈബിന്റെ ശരീരം ഇഞ്ചിഞ്ചായി നിങ്ങൾ നുറുക്കി അത് വലിച്ചെറിഞ്ഞാലും ഇല്ല ഹബീബനെ ഞാൻ വിട്ടുതരൂല. അവിടത്തെ ശരീരത്തില് ഒരു ചെറിയ മുള്ള് തറക്കാൻ ഖുബൈബ് അനുവദിക്കൂല, സയ്യിദ് അനുവദിക്കൂല. ഇതല്ലേ മഹബത്തിന്റെ അടയാളം. മഹാനായ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ കണ്ടപ്പോ അവിടത്തെ കാലിൽ വീണ് ചുംബനം നൽകിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തും നിങ്ങൾക്ക് കൽപ്പിക്കാൻ നബിയെ, എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വീണ്ടും വീണ്ടും ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നിന്റെ വാപ്പയുടെ തല അറുത്ത് കണ്ട് വേഗം കൊണ്ടുപോവാ. എന്തും ചെയ്യുന്നല്ലേ പറഞ്ഞത്. നിന്റെ വാപ്പയുടെ തല അറുത്തിട്ട് ആ തല കൊണ്ട് കൊണ്ടുപോവാന്ന് മഹാനവറുകൾ ഉറയിൽ നിന്ന് വാളുണ്ട് ഊരിട്ട് പറഞ്ഞു, നബിയെ പിടിച്ചു. എവിടേക്കാജ് പോണത്? വാപ്പാന്റെ തല എടുക്കാന്. ഞാൻ കുടുംബ ബന്ധം ചേർക്കാമെന്ന നേതാവാണ്, മുറിക്കാമെന്ന ആളല്ല പറഞ്ഞ് പുഞ്ചിരി തൂകി മഹാനവറുകളെ സമാധാനിപ്പിച്ചു. പറഞ്ഞു വരുന്നത് ഇതാണ് മഹബ്ബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു? എന്റെ വേഷവിധാനം, എന്റെ നടത്തം, എന്റെ സംസാരം, എന്റെ ചാറ്റിംഗ്, എന്റെ സെർച്ചിങ്, ഇതിലെല്ലാം മുത്ത് നബി എന്തു പറഞ്ഞു? ഇതാണ് സ്നേഹം. ഉഹദ് യുദ്ധത്തിൽ ഉപ്പ മരണപ്പെട്ടു പോയി, ഭർത്താവും മരണപ്പെട്ടു പോയി, ഒരു മകനും മരണപ്പെട്ടു പോയി, ഒരു സഹോദരനും നഷ്ടപ്പെട്ടു പോയി, ഒരു കുടുംബത്തിന്റെ അത്താണികളാകുന്ന 4 പേര് മരണപ്പെട്ട അൻസ്വാരിയായ ഒരു ഉമ്മയുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ അൻസ്വാരി സ്ത്രീയോട് സ്വഹാബത്ത് പറഞ്ഞു, നിന്റെ ബാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്, ഭർത്താവും പോയിട്ടുണ്ട്, മകനും മരിച്ചു പോയിട്ടുണ്ട്, സഹോദരനും ഷഹീദായിട്ടുണ്ട്. ഇങ്ങനെ 4 പേര് നിന്റെ കുടുംബത്തിൽ നിന്ന് ഷഹീദായി എന്ന് പറഞ്ഞപ്പോ ഉമ്മമാരെ ആ അൻസ്വാരിയായ വനിത പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെന്ന് പറഞ്ഞു, അള്ളാന്റെ റസൂലിന് വല്ലതും പറ്റിയിട്ടുണ്ടോ? അള്ളാന്റെ തിരുദൂതർക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല. പക്ഷേ മറുപടി കിട്ടിയിട്ടും മനസ്സമാധാനം വരാതെ ആ മഹദിയായ അൻസ്വാരി സ്ത്രീ അതാ അവിടെ ചെന്ന് റസൂലുള്ളാഹിനെ കണ്ട് ഉറപ്പ് വരുത്തിയപ്പോഴാണ് ലോകത്ത് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്, ഹബീബായ തങ്ങൾ സുരക്ഷിതമാണോ? എന്റെ നഷ്ടങ്ങളെല്ലാം എനിക്ക് നിസ്സാരമാണ്. തന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടത്തെ മുമ്പിൽ ഹബീബായ തങ്ങളെ പേര് പറഞ്ഞാൽ അപ്പോഴേക്ക് മഹാനവറുകൾ കരഞ്ഞു പോകും. കരഞ്ഞ് അവിടത്തെ കണ്ണിലെ കണ്ണുനീര് വറ്റുന്നത് വരെ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കരയുമെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഇമാമു ദാരിൽ ഹിജറ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ സഞ്ചരിക്കുമ്പോ വാഹനത്തിൽ കയറി സഞ്ചരിക്കാറില്ല, ചെരുപ്പ് ധരിച്ച് സഞ്ചരിക്കാറില്ല. എന്തേ കാരണം? നബിതങ്ങൾ നടന്ന മൺതരികളാണ്. ആ നബിതങ്ങൾ കിടക്കുന്ന മണ്ണിന്റെ മേലെ ഞാൻ
ഞാൻ കയറി നിൽക്കുന്ന വാഹനത്തിന്റെ കുളമ്പടി അത് സ്പർശിക്കാൻ പാടില്ല, ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളോടുള്ള സ്നേഹം സഹോദരങ്ങളെ സ്വഹാബത്ത് കാണിച്ചത് എത്രയാണ്. ഇനിയോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തെ ഉമ്മത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്താൽ പിന്നെ ആദ്യമായി ഉമ്മത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ കടക്കുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ആദ്യം കടക്കുന്നത് ആനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇത്ര വലിയ ബഹുമാനം കിട്ടിയത്, എന്റെ ഇത്ര വലിയ ബഹുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഗാധമായി സ്നേഹിച്ചതാണ്. അതിന്റെ ഒരൊറ്റ ഉദാഹരണം എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്, എല്ലാ വർഷവും കേൾക്കുന്ന സംഭവമാണ്. എങ്കിലും ഒന്ന് ഉണർത്തട്ടെ. ആനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവര് മുത്തുനബിയുടെ കൂടെ ഹിജറ പോകുമ്പോ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ അവിടത്തെ മുത്തുനബിയുടെ ശരീരത്തിൽ പരിക്ക് പറ്റുമ്പോ അവിടത്തെ ചുമലിലേറ്റി യാത്രയായ സംഭവം ചരിത്രങ്ങളിലുണ്ട്. തന്റെ 2 വയസ്സ് പ്രായമുള്ള ചെറിയ കുഞ്ഞുങ്ങളെ നമ്മളൊരു 5 മിനിറ്റ് എടുക്കുമ്പോഴേക്ക് കൈകടയുന്നില്ലേ. 53 വയസ്സുള്ള മുത്തുനബിയെ 50 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി നടക്കുമ്പോ അവിടത്തെ ശരീരത്തിന് വേദനയില്ല, അവിടത്തെ ശരീരത്തിന് വിഷമങ്ങളില്ല, അവിടത്തേക്ക് അതൊരു ഭാരമായി തോന്നുന്നില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ നബി തങ്ങൾ മാത്രമേ ഉള്ളൂ, അബൂബക്കർ എന്ന ഒരാൾ ഇല്ലേ ഇല്ല. കാരണം ജീവിക്കുന്നത് മുത്തുനബിക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാനെന്ന ഒരാൾ ഇല്ല. നബി തങ്ങളോടുള്ള അടങ്ങാത്ത മഹബത്ത് കൊണ്ട് അവിടത്തേക്ക് വേദന വരുന്നില്ല. കയറുന്നു ഗുഹാമുഖത്തെത്തുമ്പോ മക്കാനക യാ റസൂലല്ലാഹ്, നബിയേ ഞാനെന്ന് ആദ്യം ഉള്ളിൽ കയറട്ടെ. ആരും പോകാത്ത വാസയോഗ്യമല്ലാത്ത ആളുകൾ താമസിക്കാത്ത ഗുഹയാണ്. അതുകൊണ്ട് അവിടെ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് ഞാനൊന്ന് കയറട്ടെ നബിയേ. നിങ്ങളെ കയറിയാൽ അതാ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവും. അങ്ങയുടെ ശരീരത്തിൽ വല്ല പരുക്കും പറ്റിയാലോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ മദീന മണ്ണിൽ അങ്ങയെ കാത്തു നിൽക്കുന്നു നബിയേ. അങ്ങേക്കൊന്നും പറ്റാൻ പാടില്ല, അബൂബക്കറിന് പറ്റിയാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറുന്നു. കയറി നോക്കുമ്പോ ധാരാളം പൊത്തുകളുണ്ട്, അതിന്റെ അകത്തൊക്കെ ഇഴജന്തുക്കളുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ ആ പൊത്തുകൾ അടക്കാൻ കയ്യിലൊന്നുമില്ല. മക്കയിൽ നിന്ന് സ്വന്തം നാടും വീടും പറമ്പും എല്ലാം വിട്ട് നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പുറപ്പെട്ടതാണ്. പക്ഷേ പുറത്ത് നബിതങ്ങൾ ക്ഷീണിതരാണ്. അവർക്ക് വേഗം ഉറങ്ങാനും ക്ഷീണമകറ്റാനും വഴിയൊരുക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും ആലോചിക്കാതെ അവിടുന്ന് ധരിച്ച തുണി കഷ്ണം കഷ്ണമാക്കി ഓരോ പൊത്തുകൾ അടച്ചു പിടിക്കുന്നു. അവസാനം ഇനി ചീന്താൻ ബാക്കിയില്ല. കാരണം ഔറത്ത് ഒളിവാകാൻ പാടില്ലല്ലോ. ആ രൂപത്തിലെത്തിയപ്പോ 1 2 പൊത്തുകൾ കൂടി ബാക്കിയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലത്ത് പടിഞ്ഞിരുന്നു. 2 കാലുകളും നീട്ടി തന്റെ തള്ളവരൽ കൊണ്ട് ആ 2 പൊത്തുകൾ അടച്ചു പിടിക്കുമ്പോ ഹബീബായ തങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിച്ച് നബി തങ്ങൾ വേഗം അവിടത്തെ മടിത്തട്ടിൽ ഉറങ്ങുന്നു. ആ
സമയത്താണ് ഒരു പാമ്പ് വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കൊത്തുന്നത്. നബി തങ്ങളെ കാണാൻ പൂതി വെച്ച ഇഷ്ക് വെച്ചൊരു പാമ്പായിരുന്നുവെന്നും അതിനെ തടസ്സം നിന്നതിനെ കുത്തിയതാണെന്നും ചരിത്രത്തിൽ കാണാം. ആ പാമ്പ് കുത്തുമ്പോ വിഷം കയറിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേദന വന്നു, സഹിക്കവയ്യാത്ത വേദന വന്നു. പക്ഷേ ശരീരം ചലിപ്പിച്ചാൽ ഉറങ്ങുന്ന മുത്തുനബിയുടെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ. അത് കരുതി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരീരം ചലിപ്പിക്കാതെ ആ വേദന സഹിച്ചു നിന്നു. പക്ഷേ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ, കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. ഹബീബായ തങ്ങള് കിടക്കുന്ന തന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. അതേ, എത്ര ക്ഷമിച്ചാലും എത്ര സഹിച്ചാലും കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെടുമ്പോ ആ ജനാസ തന്റെ കൈകളെ കൊണ്ട് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. എത്ര സഹിച്ചാലും എത്ര ക്ഷമിച്ചാലും കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു. ആ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണത് എവിടേക്കാണെന്നറിയുമോ ഉമ്മമാരെ? എവിടേക്കാണെന്നറിയുമോ ഉപ്പമാരെ? ലോകത്തിന്റെ നേതാവ്, അല്ലാഹുവിന്റെ ഹബീബ്, ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട പുണ്യമേനിയിലേക്ക് നെട്ടി ഉണർന്ന മുത്തുനബി കരയുന്ന സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോ മായുബിക്കീക യാ അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്താണ് നിങ്ങൾക്ക് വിഷമം? നബിയെ, വേദന സഹിക്കാൻ വയ്യ, വേദന സഹിക്കാൻ വയ്യ നബിയെ. അവിടത്തെ സറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിൽ പുരട്ടിയപ്പോ അവിടത്തെ വിഷമിറങ്ങുന്നു, വേദന മാറുന്നു. തങ്ങൾ വീണ്ടും കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. ചുരുക്കി പറയട്ടെ, അങ്ങനെ പിറ്റേ ദിവസം ആ ഗുഹയിലേക്ക് വെളിച്ചം വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് ശ്രദ്ധിച്ചത്. അവിടെ ഒരുപാട് പുത്തുകളുണ്ട്. ആ പുത്തുകളെല്ലാം അടച്ചു പിടിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിച്ച തുണി കഷ്ണമാക്കിയാണ്. സിദ്ദീഖ് തങ്ങളുടെ തുണിയുടെ വലിപ്പം കുറഞ്ഞത് ഹബീബായ നബി തങ്ങൾ കണ്ടപ്പോ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹ് എന്നെ ഇത്രമാത്രം മഹബത്ത് വെച്ച, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച, എനിക്ക് വേണ്ടി ജീവൻ തന്നെ പണയം വെച്ച എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിന് നാളെ സ്വർഗ്ഗത്തിൽ റബ്ബേ വലിയ ദറജ കൊടുക്കണേ അല്ലാഹ്. ആർക്കും കിട്ടാത്തൊരു പ്രാർത്ഥനയാണ്, ആർക്കും കിട്ടാത്ത അവസരമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉമറേ, ഈ പാവപ്പെട്ട അബൂബക്കർ മരണപ്പെട്ടു പോയാൽ, എന്റെ ജനാസ നിങ്ങളെ ഖബറിൽ വെച്ച് നിങ്ങളൊക്കെ തിരിച്ചു പോയാൽ ആ ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ? നിബിതങ്ങളെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസ്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നാളെ പരലോകത്ത് ഒന്നാമത്തെ വീട് ഖബറാണ്. ഫമൻ നജാ മിൻഹു, ആ ഖബറിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു, പിന്നീടുള്ളതെല്ലാം എളുപ്പമാണ്. ഫമൻ ലം യൻജു, ആ ഖബറിൽ
നിന്ന് രക്ഷ കിട്ടിയില്ലെങ്കിലോ പിന്നീട് വരുന്നതെല്ലാം കഠിന കഠോരമായ ശിക്ഷകളാണ്. ആ ഖബറിൽ അബൂബക്കർ രക്ഷപ്പെടുമോ, ഉമർ രക്ഷപ്പെടുമോ, ഉസ്മാൻ രക്ഷപ്പെടുമോ എന്ന് ഓരോ സ്വഹാബിയും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓ മോമിനീങ്ങളെ, അവരൊക്കെ സ്വർഗത്തിലാണെന്ന് മുത്തുനബി സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാന്മാരാണ്. അവര് പോലും ഖബറിലെ രംഗം കണ്ട് അവര് കരയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എവിടെയാണ്, നമ്മുടെ ഹൃദയം എവിടെയാണ്? ഞാൻ ഒരുപാട് കാലം ജീവിക്കും, ഞാൻ ഇന്ന് മരിക്കൂല, ഞാൻ നാളെ മരിക്കൂല, ഞാൻ ഇപ്പോഴൊന്നും മരിക്കേണ്ട ആളല്ല എന്നല്ലേ നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിൽ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പല രോഗികളുണ്ട്, ഞങ്ങളുടെ അയൽവാസികളിൽ പല രോഗികളുണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരിൽ സംഭാവന തന്നവരിൽ രോഗികളുണ്ട്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് വളർത്തു. എന്തിനാ മൗലിദ് ഓതുന്നത്, എന്തിനാണ് മദ്ഹ് പാടുന്നത്, ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്? നിസ്കരിച്ചാ പോരെ, നോമ്പ് നോറ്റാൽ പോരെ? അല്ലാഹു പറയുന്നത് വരാൻ. എന്തുകൊണ്ട്? ചില നിസ്കാരക്കാര് നരകത്തിലാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ നിസ്കരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടുമെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. എത്രയെത്ര ഖുർആൻ ഓതുന്ന ആളുകളാണ്, ആ ഖുർആൻ അവരെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം ഖുർആൻ ഓതിയത് കൊണ്ട് രക്ഷപ്പെടും, ഞാൻ ഓതി എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെടും എന്ന് കരുതണ്ട. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിൽ സ്നേഹിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ശരീരത്തിലെ ആത്മാവിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള എല്ലാ വസ്തുക്കളെക്കാളും അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. ഉടനെ മുത്തുനബി പറഞ്ഞില്ല, ഉമറേ, ഈമാൻ പൂർണ്ണമായിട്ടില്ല. നിന്റെ ശരീരത്തിലെ ആത്മാവിനേക്കാളും എന്നെ ഇഷ്ടപ്പെടാതെ നിന്റെ ഈമാൻ പൂർണ്ണമല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എങ്കിൽ ഞാൻ എൻ്റെ ആത്മാവിനേക്കാളും എൻ്റെ ഉമ്മ ബാപ്പമാരെക്കാളും അങ്ങയെ മാത്രം ഇഷ്ടപ്പെടുന്നു നബിയേ. അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ഈമാൻ പൂർണ്ണമായത്. അപ്പൊ നിസ്കരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. അല്ലാഹു പറയുന്നു, നാളെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ 4 സ്വഭാവം വേണം. ഫല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കണം. വഅസ്സറൂഹു, നബി തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. വനസ്വറൂഹു, നബി തങ്ങളുടെ സുന്നത്തുകളും ഒക്കെ എടുത്ത് ഈ ദീന് പ്രചരിപ്പിച്ച് മുത്തുനബിയെ സപ്പോർട്ട് ചെയ്യണം, അവിടത്തെ സഹായിക്കണം. 4-മതാണ് അല്ലാഹു പറഞ്ഞത്, നബി തങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞത് കേൾക്കണം, കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞത് ഒഴിവാക്കണം, ഹറാം കേൾക്കരുത് കാണരുത് എന്ന് പറഞ്ഞത് വർജിക്കണം, സുന്നത്തുകൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പൊ വിജയിച്ചവരുടെ സ്വഭാവം അല്ലാഹു പറഞ്ഞിടത്ത് വെറും നിസ്കരിച്ചവര് മാത്രം എന്ന് പറയാതെ, ഹബീബായ തങ്ങളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അവര് വിജയിക്കൂല. ആയത്ത് വിശദീകരിച്ച് അതാ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ പറയുന്നത് കാണാം. വമിൻ തഅളീമിഹി, അല്ലാഹു മുത്തുനബിയെ ആദരിക്കണം എന്നല്ലേ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് അമലുൽ മൗലിദി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ, ആ മദ്ഹ് പാടി റാലി നടത്തൽ, അതിനു വേണ്ടി അന്നദാനം ചെയ്യൽ,
സ്വലാത്ത് ചൊല്ലൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കൽ അത് റസൂലുള്ളാഹിനെ ആദരിക്കലാണ്, റസൂലുള്ളാഹിനെ ബഹുമാനിക്കലാണ്. അതുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫയുസ്തഹബ്ബു ലനാ, അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട പുണ്യം കിട്ടുന്ന കാര്യമാണ് ഇദ്ഹാറു ശുക്രി ലിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിദിനാഘോഷം, മീലാദാഘോഷം. സുബ്ഹാനല്ലാഹ്, ചിലർക്ക് പേടി എന്താന്ന് വെച്ചാല് അല്ല ഉസ്താദേ, റബീഉൽ അവൽ 12-നല്ലേ റസൂൽ വഫാത്തായത്? അതെ, റബീഉൽ അവൽ 12-നാണ്. പിന്നെ സങ്കടപ്പെടല്ലേ വേണ്ടത്? റസൂലുള്ള പോയതിൽ സങ്കടപ്പെടല്ലേ വേണ്ടത്? ദുഃഖിച്ചിരിക്കല്ലേ വേണ്ടത്? ആഘോഷിക്ക വേണ്ടത്? കേൾക്കുമ്പോ തോന്നും ശരിയല്ലേ പറഞ്ഞത്? മറുപടി അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദുഃഖാചരണം എന്നത് ഇസ്ലാമിലില്ല. ഒരാൾ മരിച്ചാൽ 3 ദിവസം തഅസിയത്തുണ്ട്. 3 ദിവസം തഅസിയത്തുണ്ട്. മറ്റൊരു ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. അപ്പൊ നബി തങ്ങൾ 1400 കൊല്ലം മുമ്പ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായതിന്റെ പേരിൽ എല്ലാവരും ദുഃഖാചരിക്കുക. റസൂലുള്ള പഠിപ്പിക്കാത്ത ദീനാണത്. അതുകൊണ്ട് അത് ചെയ്യാത്തത്. അതേസമയം നമ്മിൽ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് അല്ലാഹു തന്നെ ഖുർആനിൽ പ്രഖ്യാപിച്ചതാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ. വഖൈറും മിമ്മാ യജ്മഊൻ. അതെ, നിങ്ങൾ ഏത് സമ്മേളനം നടത്തിയാലും, നിങ്ങൾ ഏത് പരിപാടി നടത്തിയാലും അതിനേക്കാളും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഖൈറായ സമ്മേളനം അത് മീലാദ് സമ്മേളനങ്ങളാണ്. വഖൈറും മിമ്മാ യജ്മഊൻ. അപ്പൊ അള്ളാഹു പറയുകയാണ് റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന്. എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹ് പറയണം എങ്ങനെ സന്തോഷിക്കാൻ പാടുള്ളൂ, അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാം പാടില്ല എന്ന് പറയാത്ത ഏതെല്ലാം സന്തോഷ പ്രകടനങ്ങളുണ്ടോ അതൊക്കെ പറ്റും. പാടില്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണം, ചില സ്ഥലത്ത് റാലികളിൽ സഹോദരിമാര് ചിലപ്പോൾ വിവരമില്ലാതെ സഹോദരിമാര് ഇറങ്ങിച്ചെന്നുകൊണ്ട് പായസം കൊടുക്കുന്നത് കാണാനിടയായി. വീഡിയോകളിലൊക്കെ കണ്ടതാണ്. അത് പാടില്ല. അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. നമ്മൾ ഏത് മഹബത്താ മുത്തിനബി ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ പറ്റൂല. അത് ചെയ്യാൻ പറ്റൂല. ഇസ്ലാം അനുവദിക്കുന്ന ഏത് സന്തോഷ പ്രകടനങ്ങളും പറ്റും. ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നതുപോലെ ബൾബുകൾ കത്തിക്കുക, അതേപോലെ തന്നെ അലങ്കാരങ്ങൾ പിടിപ്പിക്കുക, മദ്ഹ് പാടുക, പറയുക, ദഫ് മുട്ടുക, ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. അപ്പൊ ഇസ്ലാം അനുവദിച്ച ഏതെല്ലാം സന്തോഷ പ്രകടനങ്ങളുണ്ടോ അത് കഴിഞ്ഞാൽ ഖവാലി ഉണ്ടാവും, ദഫ് പ്രദർശനം ഉണ്ടാവും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷ പ്രകടനമാണ്. ഇത് ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആവേശത്തോടുകൂടെ നടത്തുന്നത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നബിതങ്ങളെ എന്തുകൊണ്ടും ആദരിക്കാൻ നബിതങ്ങൾ അർഹരല്ലേ? എന്തേ കാരണം? അല്ലാഹു അത്രമാത്രം മുത്തുനബിയെ ആദരിച്ചിട്ടുണ്ട്, അത്രമാത്രം മുത്തുനബിയെ ബഹുമാനിച്ചിട്ടുണ്ട്. ആനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, ആനായ ആദം നബി അലൈഹിസ്സലാം അവിടത്തെ മകൻ ശീസ് അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, ഓ മോനെ, എനിക്ക് ശേഷം ഇനി നീയാണ് ഇവിടത്തെ ഖലീഫ. അതുകൊണ്ട് നീ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, നീ അല്ലാഹുവിനെ എപ്പോൾ സ്മരിക്കുമ്പോഴും മുഹമ്മദ് എന്ന പേരും നീ കൂടെ സ്മരിക്കണം. എന്തേ അള്ളാന്റെ പേര് പറയുമ്പോ മുഹമ്മദ് എന്ന പേരും സ്മരിക്കണം എന്ന് പറയാൻ കാരണം മഹാനായ
ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു ഫഇന്നി റഅയ്തു ഇസ്മ മുഹമ്മദ്, ഞാൻ മുഹമ്മദ് എന്ന പേര് കണ്ടു, മക്തൂബൻ അലാ സാഖിൽ അർശി വഅന ബൈനർ റൂഹി വത്തീൻ. അല്ലാഹു എന്നെ സൃഷ്ടിച്ച് എനിക്ക് ഹയാത്ത് തന്ന് ഞാൻ എന്റെ തല ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണല്ലോ അർശ്. ആ അർശിന്റെ തൂണിൽ ഞാനൊരു പേര് കണ്ടു, മുഹമ്മദ് എന്നാണ് അവിടെ എഴുതി വെച്ച പേര്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയിൽ അള്ളാഹുവിന്റെ കൂടെ ഒരു സൃഷ്ടിയുടെ പേരല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാ. അതുകൊണ്ട് റബ്ബിനെ നീ എപ്പ പറയുമ്പോഴും ആ പേരും പറയണേ. എന്നിട്ട് മാനവറുകൾ തുടർന്ന് പറയുന്നു ഞാൻ ആകാശലോകം മുഴുവനും വിസിറ്റ് ചെയ്തപ്പോ, കറങ്ങിയപ്പോ ലം അറഫിസ്സമാവാതി മൗളിഅ, ഒരൊറ്റ സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല ഇല്ലാ റഅയ്തു ഇസ്മ മുഹമ്മദൻ മക്തൂബൻ അലൈഹി, മുഹമ്മദ് എന്ന പേര് അവിടെ എഴുതി വെച്ചിട്ടല്ലാതെ സ്വർഗ്ഗത്തിൽ ഒരു ഇടവും ഞാൻ കണ്ടിട്ടില്ല. വഇന്ന റബ്ബി അസ്കനനിൽ ജന്ന, അല്ലാഹു എന്നെ ഒരുപാട് കാലം സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഫലം അറഫിൽ ജന്നത്തി ഖസ്റൻ വലാ ഉർഫാ. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹ് ആദരിച്ച രൂപമാണ് ആദം നബി അലൈഹിസ്സലാം പറയുന്നു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരവും ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല, ഒരു മാളികയും ഞാൻ സന്ദർശിച്ചിട്ടില്ല. ഇല്ലാ റഅയ്തു ഇസ്മ മുഹമ്മദിൻ മക്തൂബൻ അലൈഹി, മുഹമ്മദ് എന്ന പേര് എഴുതി വെക്കാത്തൊരു കൊട്ടാരവുമില്ല, ഒരു മാളികയുമില്ല. അതുകൊണ്ട് വകുല്ലമാ ദക്കർതല്ലാഹ, നീ അല്ലാഹുവിനെ എപ്പ സ്മരിച്ചാലും ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേര് അല്ലാഹു അന്ന് തന്നെ ആദരിച്ചു, അന്ന് തന്നെ പേരിട്ടു. അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മുത്തുനബിയുടെ മറുപടി അവലുമാ ഖലഖല്ലാഹു നൂരി യാ ജാബിർ, ഓ ജാബിറെ, അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നെ നൂറിനെയാണ്. ആ നൂറിന് അല്ലാഹു അന്ന് തന്നെ മുഹമ്മദ് എന്ന പേരും വെച്ചിട്ടുണ്ട്. അതാണ് മങ്കൂസ് മൗലിദിലുള്ളത്. സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുവിന്റെ ഹബീബിന് അന്ന് തന്നെ പേര് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു അത്രമാത്രം ആദരവാണ് കൊടുത്തത്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്തു ആലു ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിൽ കാണാം വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. ലോക പ്രവാചകന്മാരും സർവ പ്രവാചകന്മാരിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കണമെന്ന കരാർ വാങ്ങിയിട്ടല്ലാതെ അല്ലാഹു തആല ഒരാൾക്കും നബുവത്ത് നൽകിയിട്ടില്ല. നബി തങ്ങളെ വന്നാൽ നബി തങ്ങളെ വിശ്വസിക്കണമെന്നും നബി തങ്ങളെ അംഗീകരിക്കണമെന്നും മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നുള്ള കരാർ അല്ലാഹു നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ കരാറ്? ഓ അമ്പിയാക്കളെ, നിങ്ങളിലേക്ക് ഞാൻ വഹിയിറക്കിക്കൊണ്ടിരിക്കുമ്പോ, ഗ്രന്ഥങ്ങൾ നൽകുമ്പോ, നിയമങ്ങൾ പഠിപ്പിക്കുമ്പോ, അവസാന പ്രവാചകൻ ഇവിടേക്ക് വന്നാൽ
അന്ന് നിങ്ങളുടെ ഹയാത്തിൽ ഉണ്ടെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി, ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം, ആ പ്രവാചകരെ നിങ്ങൾ കേൾക്കണം, ആ പ്രവാചകർ എന്തു പറഞ്ഞോ അതനുസരിക്കണം. ഖാല അഖറർതും, നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ പ്രവാചകന്മാരെ? ഖാലു അഖറർനാ, അതെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ സർവ പ്രവാചകന്മാരിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കണമെന്നും വിശ്വസിക്കണമെന്നുമുള്ള കരാർ അല്ലാഹു നേരത്തെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ആദരവ് കിട്ടിയ നേതാവാണ് വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി ചൊല്ലി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവിടത്തെ ശരീരഘടനയിലും അവിടത്തെ സ്വഭാവത്തിലും സർവ അമ്പിയാക്കളെക്കാളും മികച്ചു നിൽക്കുന്ന നേതാവാണ്. അവിടത്തെ ദാനധർമ്മത്തിലും അവിടത്തെ വിജ്ഞാനത്തിന്റെ വിഷയത്തിലും ഒരൊറ്റ പ്രവാചകരും നബിതങ്ങളുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. വഫാത്താകുന്നതിന്റെ 2 മാസം മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ സാക്ഷി നിർത്തി അവിടെന്ന് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ദീന് സമ്പൂർണ്ണമാക്കി തന്നു. ഇങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരൊറ്റ നബിക്കും ഒരൊറ്റ പ്രവാചകനും അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് നൽകിയ വിജ്ഞാനം അത് അപൂർണമായിട്ടാണ് അല്ലാഹു നൽകിയത്. കാരണം ആ സമൂഹം അത്രമാത്രമേ വഹിക്കാൻ പാകപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഉലമാ ഉമ്മത്തി കംബിയാഇ ബനി ഇസ്രാഈൽ, അമ്പിയാക്കളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ മാത്രം എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അതാ അല്ലാഹു കഴിവ് കൊടുത്ത് മുത്തുനബിയെ ആദരിച്ചതിനാൽ ഇനി ഒരു നബിയുടെ ആവശ്യമില്ലാത്ത വിധം ഈ ദീന് നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നു സ്വഹാബാ. ഇനി ദാനധർമ്മത്തിന്റെ വിഷയത്തിലോ മുഅ്മിനീങ്ങളെ ഏറ്റവും ആവശ്യം നാളെ പരലോകത്താണ്, ആഖിറത്തിലല്ലേ ഏറ്റവും വലിയ ആവശ്യം. നാളെ 50,000 കൊല്ലം മഹ്ശറാവൻ സഭയിൽ ഓ എന്റെ മുഅ്മിനീങ്ങളെ ഒരു വിചാരണയും ചെയ്യാതെ 50,000 കൊല്ലം അല്ലാഹു ആ മഹ്ശറയിൽ നമ്മളെ ഇടുമ്പോ അള്ളാന്റെ തണല് കിട്ടുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന കാരണം കൊണ്ട്, നിന്റെ ഹബീബായ മുത്തുനബിയെ പറയുന്ന കാരണം കൊണ്ട്, ആ നബിയുടെ മദ്ഹ് സാഗൂതം സ്നേഹത്തോടെ ബഹുമാനത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ബറക്കത്ത് കൊണ്ട് അല്ലാഹു നാളെ നിന്റെ അർശിന്റെ തണല് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. സൂര്യന്റെ ചൂടേറ്റ് വിഷമിക്കുന്നവരുണ്ട്. അവസാനം ഗതികെട്ട ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അതേ അവിശ്വാസികൾ വരെ പറയും നരകത്തിൽ എരിഞ്ഞു തീർന്നാലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ആ സമയത്ത് അവരാദ്യം റെക്കമെൻഡിന് ചെല്ലുന്നത് അബൂനാ അബുൽ ബസർ ആദൻ നബി അലൈഹിസ്സലാം. അവരുടെ അരികിൽ ചെന്ന് അതാ വിലാശിക്കായത്ത് പറയുമ്പോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോ ആദൻ നബി അലൈഹിസ്സലാം പറയുന്നു, എനിക്ക് കഴിയൂല, ഞാൻ
അതിനർഹനല്ല. അതുകൊണ്ട് നിങ്ങൾ ഫഅലൈക്കും ബിഇബ്രാഹീം, അപ്പുറത്ത് ഇബ്രാഹീം നബിയുണ്ട്, അവിടെ നിങ്ങൾ ചെല്ലൂ. ഫഇന്നഹു ഖലീലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഖലീൽ എന്ന വലിയ സ്ഥാനമുണ്ട്. അവിടെ ചെല്ലുമ്പോഴോ ലസ്തു ലഹാ, ഞാൻ അതിനർഹനല്ല. അതുകൊണ്ട് നിങ്ങൾ ഫഅലൈക്കും ബിമൂസ, നിങ്ങൾ മൂസാ നബിയുടെ അരികിൽ ചെല്ലണം. കാരണം ഫഇന്നഹു കലീമുല്ലാഹ്, കലീമുല്ലാഹ് എന്ന ബഹുമതി മഹാനവറുകൾക്കുണ്ട്. അവിടെ ചെല്ലുമ്പോഴോ അവരും പറയുന്നു എനിക്ക് കഴിയൂല. ഫഅലൈക്കും ബിഈസാ, നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെല്ലണം. ഫഇന്നഹു റൂഹുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ റൂഹുല്ലാഹ് എന്ന ബഹുമതി അല്ലാഹു കൊടുത്തവരാണ്. അവിടെ ചെല്ലുമ്പോഴോ ലസ്തു ലഹാ, മക്കളെ എനിക്കും അതിന് അർഹതയില്ല. ഫഅലൈക്കും ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ഹബീബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹു തട്ടിക്കളയൂല. നിങ്ങൾ മുത്തുനബിയുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെല്ലണം. ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, നാളെ ഹബീബായ തങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോ ഈ മജ്‌ലിസ് നമുക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ പ്രവർത്തിച്ചതൊക്കെ നമുക്ക് വലിയ ആശ്വാസമാണ്. നൽകിയ സംഭാവനകൾ വലിയ പ്രതിഫലമാണ്. സഹകരിച്ചത് വലിയ ആശ്വാസമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. നബിതങ്ങളുടെ അരികിൽ ചെല്ലുമ്പോ അനലഹാ, ഞാൻ റെക്കമെൻഡിന് അർഹനാണ്, നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ഔദാര്യം തരാൻ, ആ ശഫാഅത്ത് തരാൻ, ആ ശഫാഅത്തുൽ ഉളുമ തരാൻ ഒരൊറ്റ പ്രവാചകനും അല്ലാഹ് അർഹത കൊടുക്കാതിരുന്നപ്പോ അല്ലാഹു നൽകിയത് അവന്റെ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് മാത്രമാണ്. ഫലം യൂദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ, അവിടത്തെ ദാനധർമ്മം എടുത്താൽ ഇല്ല, ആഖിറത്തിലല്ലേ നമുക്ക് ആവശ്യം. ആ ആഖിറത്തിൽ തരാൻ കഴിയുന്നത് ഹബീബായ മുത്തുനബിയാണ്. അതോ മഹാനായ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടത്തെ ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലഹു ഹിമമുൻ ലാമുന്ദ ഹാലികി ബാരിഹാ വഹിമ്മതുഹു സുഗ്റാ അജല്ലു മിനദ്ദഹരി ലഹു റാഹത്തുൽ ലൗ അന്ന മിഅ്ശാറ ജൂദിഹാ അലൽ ബർരി കാനൽ ബർറു അന്ദാ മിനൽ ബഹരി. ഏത് പാവപ്പെട്ടവൻ മുത്തുനബിയുടെ അരികിൽ വന്ന് നബിയെ എനിക്കൊരു 10 രൂപ തരണം, എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, എനിക്ക് രോഗമുണ്ട് ചികിത്സിക്കണം, എനിക്ക് ജോലിയില്ല സഹായിക്കണം, അങ്ങനെ എത്ര ആളുകളാണ് ഒരു ദിവസം മുത്തുനബിയുടെ അരികിൽ വരുന്നത്. ആ വന്ന ആളുകളോടൊന്നും ഇല്ലാന്നും പറഞ്ഞേക്കുന്ന സ്വഭാവം നബിതങ്ങൾക്കില്ല. അവിടത്തെ കയ്യിലില്ലെങ്കിലോ ഒപ്പമിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കും, കൂട്ടുകാരെ വല്ലതും ഈ പാവപ്പെട്ടവന് കൊടുക്കാനുണ്ടോ? അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടല്ലാതെ ചോദിക്കുന്നവനെ ഒരു വെറും കയ്യോടെ മടക്കുന്ന സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. ആ ഇൽമും ആ ദാനവും ആ സ്വഭാവവും ആ ശരീരഘടനയും ഒരൊറ്റ പ്രവാചകനും അല്ലാഹ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടല്ലേ വകുല്ലോ മിർ റസൂലില്ലാഹി മുൽതമീസു വർഫം മിനൽ ബഹരി ഔ റസ്ഫം മിന ദിയമി. എല്ലാം
അമ്പിയാക്കളുടെ ആഗ്രഹം എന്താണ്? ഇൽമിന്റെ സാഗരമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തങ്ങളാകുന്ന അവിടത്തെ ഇൽമാകുന്ന സാഗരത്തിൽ നിന്ന് ഒരു കോരൽ മുക്കിയെടുക്കാൻ ആഗ്രഹിച്ചവരാണ് പ്രവാചകന്മാർ. അല്ലെങ്കിൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ നിന്ന് ഒന്ന് ഒയിമ്പി കുടിക്കാൻ ആഗ്രഹിച്ചവരാണ് പ്രവാചകന്മാർ. അഥവാ അതിൽ നിന്ന് കിട്ടിയാൽ എത്ര കുറവാണ് ലഭിക്കുന്നത്, അത്രയും വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹും ഖലമും, ആ ലൗഹിലും ഖലമിലുമുള്ള വിജ്ഞാനം മൊത്തം കൂട്ടി നോക്കിയാലും അങ്ങയുടെ വിജ്ഞാനത്തിന്റെ ശകലമേ വരുന്നുള്ളൂ. അതാണ് വലം യൂദാനുഹു ഫീ ഇൽമിൻ വല കറമി. അവ എല്ലാ നിലക്കും അല്ലാഹു മുത്തുനബിയെ ആദരിച്ചു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും മുത്തുനബിയെ പറഞ്ഞു. എല്ലാ മുൻ വേദഗ്രന്ഥങ്ങളിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളുടെ 500 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനാണ്. ആ 500 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവര് അന്ന് ബനു ഇസ്രായേലുകാരോട് പറഞ്ഞത് എന്താണ്? വൈദ് ഖാല ഇബ്രീസ് ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ, ഓ ബനു ഇസ്രായേലുകാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, അതിനെ സമർത്ഥിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകനെ പറ്റി സുവിശേഷം അറിയിക്കാനുമാണ് ഞാൻ വന്നത്. ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹിസ്സലാം പേരടക്കം വെളിവാക്കാൻ 500 കൊല്ലം മുമ്പ് വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരടക്കം തന്റെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ അല്ലാഹു തആല മുത്തുനബിയെ എത്ര ആദരിച്ചിട്ടുണ്ടാവും. അസ്ലു ജൂദിൽ ആലമീന കുല്ലിഹിം ലൗലാഹു ഹാദൽ കൗനു മാ കാന ബദാ. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ലൗലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലമാ ഖലഖതുക, നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമായിരുന്നില്ല. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, ഈ ലോകം തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അല്ലാഹു മുത്തുനബിയെ ആദരിച്ചത് എത്രയാണ്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, പരലോകത്ത് ആർക്കും കിട്ടാത്ത പദവിയാണ് മഖാമും മഹ്മൂദ്. നബിയേ, ആ മഖാമും മഹ്മൂദ് എന്ന പദവി അല്ലാഹു നിങ്ങൾക്ക് തരും നബിയേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചാൽ കിട്ടുന്ന ബഹുമാനം എന്താണ്? അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്, ഉമർ റളിയല്ലാഹു അൻഹു നേടിയത്, ഖുബൈബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചത്, സയ്യിദ് റളിയല്ലാഹു അൻഹു നേടിയത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേടിയത്. അവരൊക്കെ റസൂലുള്ളാഹിനെ ആദരിച്ചവരാണ്. അതേസമയം റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ് അവിടുത്തെ പ്രബോധന വഴിയിൽ ആദ്യം തന്നെ മുടക്കിയ ആളാണ് അബൂലഹബ് എന്ന് പറയുന്ന ആള്. ആ അബൂലഹബിനുണ്ടായതോ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ഗതികേട് അബൂലഹബിന് അല്ലാഹ് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഹബീബായ നബി തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു. ഹബീബായ നബി തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. ഓ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, റസൂലുള്ള വേദനിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഗീബത്ത് റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള സംഗതിയാണ്.
നമീമത്ത് റസൂലുള്ള പൊരുത്തപ്പെടാത്തതാണ്. ഗീബത്ത് പറയാത്ത ആളുകള് കയ്യൊന്നിക്കാൻ കഴിയോ? പൊന്തിക്കാനല്ല പറഞ്ഞത്. ഇന്നത്തെ കാര്യം എടുക്കാൻ നമ്മള് ഒരു ഗീബത്തും ഞാൻ എന്റെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും എത്ര ആൾക്കാരുണ്ട്? ഞാനടക്കം അള്ളാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാത്തതാണ്. നിബിതങ്ങൾക്കത് വേദനയാണ്. സഹോദരിമാരെ, നമ്മൾ ഒരാളെ കുറിച്ച് ഈബത്ത് പറയുമ്പോ മദീനയിൽ നിന്ന് റസൂൽ അത് കാണുകയാണ്. നിബിതങ്ങളത് പറയുന്നുണ്ട്, നിങ്ങളൊരു നന്മ ചെയ്താൽ മദീനയിൽ നിന്ന് ഞാനത് കാണുമ്പോ അൽഹംദുലില്ലാ പറയൂ. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഞാൻ കണ്ടത് വിഷമിക്കും. എന്നിട്ട് ഇസ്തഗ്ഫർതു ലില്ലാ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടും. ഓ മോമിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ മുത്തുനബി കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും ഈ മജ്ലിസിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചതും നൽകിയതും സഹകരിച്ചതും സമ്മാനങ്ങൾ നൽകിയതും അങ്ങനെ ഇതിന്റെ ഭാഗവാക്കാകുന്നതൊക്കെ മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്. തങ്ങൾ ഇത് അറിയുന്നുണ്ട്, അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിനെ അത്തരം ഒരു മജ്ലിസായി നീ ഖബൂലാക്കണം അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തതൊന്നും നാവിൽ വരാൻ പാടില്ല. നമ്മുടെ ഉമ്മമാര് അവരെ വേദനിപ്പിക്കുന്നതൊന്നും പറയാൻ പാടില്ല. ഹബീബായ തങ്ങളില്ലേ നമുക്കതിലൊക്കെ മാതൃക. ഒരു മകനെന്ന നിലക്ക് മുത്ത് നബി കാണിച്ച മാതൃക എത്രയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മളെ നൊന്ത് പ്രസവിച്ച് നമുക്ക് എല്ലാം നൽകിയ നമ്മുടെ ഉമ്മമാറും നമ്മുടെ ഉപ്പമാറും എല്ലാം അവർക്ക് നമുക്ക് വേണ്ടി നൽകി. 9 മാസം നമ്മ വയറ്റിൽ ചുമന്ന് തലവേദന അവർ സഹിച്ചത്, ഉറക്കം അവർക്ക് നഷ്ടപ്പെട്ടത്, അവര് ഛർദികൾ അനുഭവിച്ചത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് എല്ലാം ഈ പ്രസംഗിക്കുന്ന എനിക്ക് വേണ്ടിയാണ്, കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഉമ്മമാര് വേദന അനുഭവിച്ചത്, പ്രസവ സമയത്ത് വേദന വരാൻ വേണ്ടി ഉസ്താദേ ദുആ ചെയ്യണം. വേദന വരാത്തതിന്റെ പേരിൽ വരാൻ വേണ്ടി നേർച്ചയാക്കിയവരല്ലേ നമ്മുടെ ഉമ്മമാർ. എന്തേ നമ്മുടെ ഉമ്മമാർക്ക് വേദന സന്തോഷമുണ്ടായത് കൊണ്ടാണോ? വേദന ആസ്വദിക്കാൻ പറ്റുന്നത് കൊണ്ടാണോ? അല്ല. അത് പ്രസവിക്കുന്ന ഭാര്യമാർ, പ്രസവിക്കുന്ന നമ്മുടെ സഹോദരിമാർ, അവർക്ക് അതിന്റെ പ്രയാസങ്ങൾ അറിയുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ സഹോദരിമാര്, അവർക്ക് നീ വലിയ ഖൈറ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഉണ്ട്, അവർക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, അവര് ഞങ്ങൾക്ക് എന്തെല്ലാം ഖിദ്മത്ത് ചെയ്തു തന്നവരാണ്. ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളെ വീട്ടിൽ ഉണ്ടായത് കൊണ്ടല്ലേ സാധുവായി എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. എന്റെ മക്കളെയും എന്റെ വീടും നോക്കാൻ എന്റെ ഭാര്യ തയ്യാറായത് കൊണ്ടല്ലേ എനിക്ക് ധൈര്യത്തോടെ നടക്കാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ സഹോദരിമാര്, അവർക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാഹ്. ടെൻഷൻ ഉള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹ്, നീ എല്ലാവിധ സലാമത്തും ഞങ്ങളുടെ സഹോദരിമാർക്ക് നൽകണേ അല്ലാഹ്. ഉമ്മമാരെ വേദനിപ്പിക്കാൻ പാടില്ല, ഉപ്പമാരെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. പ്രസവത്തിന്റെ വേദന മുഴുവനും സഹിച്ചത് ഉമ്മയാണ്. നമ്മൾ ഉറക്കം കളഞ്ഞത് ഉമ്മയാണ്. നമ്മൾ പ്രസവിക്കപ്പെട്ടപ്പോ രാത്രി എത്ര തവണ എഴുന്നേറ്റു. നമ്മൾ ഉമ്മ ദേഷ്യപ്പെട്ടോ? രാവിലെ മുതൽ അധ്വാനിച്ച് നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് വീണ്ടും രാത്രി അതാ ഉമ്മ ആക്റ്റീവാണ്. ഉമ്മ വീണ്ടും സജീവമാണ്. ഭാര്യമാര് സജീവമാണ്. അവരെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ അവരെ നമ്മളെ ഉമ്മമാര് കിടന്നുറങ്ങുമ്പോ കണ്ണിൽ ഉറക്കം വന്നപ്പോഴേക്ക് കുട്ടികളാകുന്ന നമ്മൾ കരഞ്ഞില്ലേ? ഉടനെ ഉമ്മ എഴുന്നേറ്റ് ആ തൊട്ടിലിൽ നിന്ന് നമ്മളാകുന്ന മക്കളെ വാരിയെടുത്ത് ആ ഉമ്മ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് 2-3 തവണ ഉമ്മ തന്ന് ആ
ഉമ്മ വീണ്ടും നമുക്ക് അമ്മിഞ്ഞ പാല് തന്നില്ലേ. പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടില്ലേ, നമ്മളെ ഉമ്മ ഉറങ്ങുന്നത്. വീണ്ടും പാതിരാത്രിയിൽ ഉണരുമ്പോ ഒരു വിഷമവും അറിയിക്കാതെ, ഒരു പ്രയാസങ്ങളും പറയാതെ, നമ്മളെ പ്രാഗി പറയാതെ, എത്ര സ്നേഹത്തോടുകൂടെയാണ് എന്റെ ഉമ്മ എന്നെ വളർത്തിയത്. നമ്മുടെ ഉമ്മ നമ്മളെ പൊറ്റി വളർത്തിയത്. അവസാനം നോക്കൂ നിങ്ങള്, വൈകുന്നേരം വരെ നോമ്പിന് ഉമ്മ പണിയെടുത്തു. നമുക്ക് വേണ്ട ജ്യൂസ് ഒരുക്കി വെച്ചു, നമുക്ക് വേണ്ട പൊരിക്കടികൾ തയ്യാറാക്കി വെച്ചു, നമുക്ക് വേണ്ട കറിയും പത്തിരിയും തയ്യാറാക്കി വെച്ചു, എല്ലാ ഫ്രൂട്ട്സുകളും വെട്ടി നുറുക്കി വെച്ചു. ബാങ്ക് കൊടുക്കുമ്പോ ടേബിളിൽ നമ്മൾ വന്നിരുന്നു. ആ ഉമ്മാക്ക് ജ്യൂസ് ബാക്കിയുണ്ടോ? നമുക്കുണ്ടാക്കിയ ഭാര്യമാർക്ക് പൊരിക്കടി ബാക്കിയുണ്ടോ? അവര് ടേബിളിൽ വന്ന് നോക്കുമ്പോ ഒരൊറ്റ കടിയും ബാക്കി കാണുന്നില്ല, ഒരൊറ്റ ജ്യൂസും ബാക്കി കാണുന്നില്ല. അവർ പരാതി പറഞ്ഞിട്ടില്ല. എന്റെ മക്കള് കുടിച്ചതിന്റെ പേര് ഒരു ഉമ്മയും വിഷമിച്ചിട്ടില്ല. അവർക്ക് ഭക്ഷണമില്ലെങ്കിലും ചെറുപ്പക്കാരെ, നമുക്ക് വേണ്ടി ഉമ്മ എത്രയാണ് ഭക്ഷണം എടുത്തു വെച്ചത്. അതേ ഭാര്യ ചോദിച്ചിട്ടില്ലെങ്കിലും, ഭർത്താവ് ചോദിച്ചിട്ടില്ലെങ്കിലും, മറ്റുള്ളവരെ അന്വേഷിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നൊരു നാവ്, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ടാളുകളെ ദുന്യാവിലുള്ളു കേട്ടോ. ഒന്ന് നമ്മളെ സ്വന്തം ഉമ്മയാണ്, പിന്നെ നമ്മുടെ സ്വന്തം ബാപ്പയാ. നമ്മൾ കരഞ്ഞപ്പോ ഉമ്മാന്റെ മനസ്സാണ് വേദനിച്ചത്. നമ്മൾ പനിച്ചപ്പോൾ ഉമ്മയാണ് കരഞ്ഞത്. ഉമ്മയുടെ മുലപ്പാലായിരുന്നു നമ്മുടെ ഭക്ഷണം. ആ ഉമ്മയുടെ മടിത്തട്ടായിരുന്നു നമ്മുടെ യാത്ര. നമ്മൾ ചെറുപ്പത്തിൽ എത്ര കല്യാണത്തിന് പോയി, എത്ര സൽക്കാരത്തിന് പോയി. നമ്മുടെ വാഹനം ഇന്നോവയല്ല, നമ്മുടെ വാഹനം മറ്റു വാഹനങ്ങളല്ല. അത് ഉമ്മയുടെ കൈത്തൊട്ടിലാണ്, ഉമ്മയുടെ മടിത്തട്ടിലാണ് നമ്മുടെ യാത്ര. ഉമ്മയുടെ കൈകളായിരുന്നു നമ്മുടെ വാഹനം. അങ്ങനെ ഉമ്മ പട്ടിണി കിടന്നതും ഉമ്മ ദാഹിച്ചു വലഞ്ഞതുമല്ല പാവപ്പെട്ട മക്കളാകുന്ന നമുക്ക് വേണ്ടിയാണ്. അവസാനം നമ്മൾ വലിയ ആളായപ്പോ എനിക്ക് സ്വന്തം വീടായി, എനിക്ക് പറമ്പായി, വാഹനമായി, ഭാര്യയായി, മക്കളായി, എനിക്കെല്ലാമായി, നല്ല ഉയർന്ന ശമ്പളമായി. പിന്നെ ബാപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട. ബാപ്പയെ മെയിൻറ്റ് ചെയ്യുന്നില്ല, ഉമ്മയെ മെയിൻറ്റ് ചെയ്യുന്നില്ല. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റിളല്ലാഹി റിളൽ വാലിദൈൻ, മാതാപിതാക്കളെ തൃപ്തി കിട്ടാതെ നാളെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. മാതാപിതാക്കളെ സ്വഭാവം മോശമായാലും അവരൊരു പക്ഷേ സ്വഭാവം മോശമാവും. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നന്നാക്കി തരട്ടെ. പക്ഷേ എന്ത് തന്നെയായാലും അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കരുത് കേട്ടോ. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം. ഓ ഇമാം അവറുകളെ, ഉമ്മൊരു തെറ്റ് ചെയ്താൽ, ബാപ്പൊരു തെറ്റ് ചെയ്താൽ മക്കൾക്കത് ഉണർത്താനും ഉപദേശിക്കാനും പാടുണ്ടോ? നബി ഇമാം പറഞ്ഞു, പറയാം. ബാപ്പയോടത് തെറ്റാണെന്ന് പറയാം. രണ്ടാമതും ചെയ്താലോ? നബി ഇമാം പറഞ്ഞു, ഇനി പറയണ്ട, അവര് നന്നാകാൻ നിങ്ങൾ ദുആ ചെയ്തോ. എന്തുകൊണ്ട്? ഇനി വല്ലാതെ പറഞ്ഞാൽ ചിലപ്പോ മകൻ കയർത്ത് സംസാരിക്കോ, ബാപ്പ തിരിച്ചും സംസാരിക്കോ. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബാപ്പമാര് പ്രായമാകുമ്പോ, ഉമ്മമാരുടെ ആരോഗ്യം കുറയുമ്പോ, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്ക് ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായി നിൽക്കേണ്ടത് കേട്ടോ. പല ബാപ്പമാരും വിഷമം പറഞ്ഞ് കരയുന്നവരുണ്ട്. ഉസ്താദേ, എന്റെ മക്കളെ കൊണ്ട് ഞാൻ വിഷമിച്ചു പോയി, എന്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. അങ്ങനെ ഒരു പറച്ചില് എന്റെ ബാപ്പയുടെ നാവില്ലെന്ന്, എന്റെ ഉമ്മയുടെ നാവില്ലെന്ന് വന്നു പോയാൽ
അവരെത്ര സ്വഭാവ മോശക്കാരാണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അവരാ മുസ്ലിമായ പെണ്ണാണ്, പക്ഷേ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ ബന്ധം പുലർത്തണോ? അപ്പ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? ആ ഉമ്മ നിന്റെ മതത്തിൽപ്പെട്ടവരല്ലെങ്കിലും നിന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയാണെന്ന ഓർമ്മ വേണം കേട്ടോ. അവരെ മറക്കാൻ പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല. എന്റെ സഹോദരിമാരെ, അതാ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മമാറും നമ്മൾ സൗകര്യത്തിന് തിരിയാൻ അമ്മായിമ്മമാരെന്ന് പറയും, അവരും നമ്മുടെ ഉമ്മയാണ്. അവരുടെ ബാപ്പയും നമ്മുടെ ബാപ്പയാണ്. കാരണം എന്നെ സംരക്ഷിക്കാൻ എന്റെ ബാപ്പ എന്നെ ഏൽപ്പിച്ച പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിന് ആരോഗ്യം തന്നത്, ആ ഭർത്താവിനെ എനിക്ക് കിട്ടാൻ കാരണം ആ ഭർത്താവിന്റെ ഉമ്മയാണ്. ആ ഭർത്താവിന്റെ ഉമ്മയുടെ മുലപ്പാലാണ്, ആ ബാപ്പയുടെ അധ്വാനമാണ് എന്റെ ഭർത്താവിന് എനിക്ക് കിട്ടാനുള്ള കാരണം എന്നൊരു ബോധം നമുക്ക് വേണം. അപ്പൊ ആ ഉമ്മ എന്തെങ്കിലും നമ്മളെ ചീത്ത പറയുമ്പോ അപ്പോഴേക്ക് ഭർത്താവിന് ഫോൺ വിളിക്കും, അപ്പോഴേക്ക് ഉമ്മാക്കും ബാപ്പാക്കും വിളിക്കും, ഉമ്മായിനി ഈ തള്ള മരണപ്പെടുന്നവരെ ഞാൻ ഈ കോമ്പൗണ്ടിക്ക് കടക്കൂല. അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവം നമുക്കുണ്ടാവരുത്. പലരുടെയും സ്വഭാവം വ്യത്യാസമായിരിക്കും. പലരും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആ സ്വഭാവം നിലനിർത്തണമെന്നല്ല. ചിലവരുണ്ട്, എനിക്ക് പിന്നെ പണ്ടെന്നെ അങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്റെ വല്യപ്പ അങ്ങനെയും ഭയങ്കര അഭിമാനാണ്. വല്യപ്പ അങ്ങനെയാണെങ്കിൽ വല്യപ്പ ചെയ്ത് തെറ്റ് അത് പേരക്കുട്ടി നടത്തണമെന്നില്ല, അത് ഒഴിവാക്കണം. അപ്പോഴേ റസൂലുള്ളാഹിന്റെ സ്വഭാവം ഉള്ളൂ. ചിലർക്ക് അങ്ങനെ പറച്ചിലുണ്ട്, ഞാനേ പണ്ടെന്നെ അങ്ങനെയാണ്. ഈ പിന്നെ ചിലതിന് കേട്ട ഇക്കണ് ഹാലളവും അത് വലിയൊരു അഭിമാനമായി പറയാം. എന്റെ വല്യപ്പാരും അങ്ങനെ ഇരുന്നു. അങ്ങനല്ലല്ലോ പറയേണ്ടത്. അത് മോശല്ലേ, അത് തിരുത്തണം. അപ്പൊ ഇത് കേൾക്കുമ്പോ ചില ഉമ്മാർക്ക് തോന്നും, ഉസ്താദെ പറഞ്ഞു കൊടുക്കി, ഞാനങ്ങനെ എനിക്ക് ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം തന്നെ ഉമ്മാരാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്വർഗത്ത് കിടക്കാൻ കുറച്ച് പണിയാണ്. ഞാനല്ല പറഞ്ഞത്, മുത്തനബി പറഞ്ഞതാണ്. വിധങ്ങൾ പറഞ്ഞു അഖ്റബുക്കും മിന്നി യൗമൽ ഖിയാമത്തി അഹ്സനുക്കും അഖ്ലാഖാ. ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ, അവര് പാവപ്പെട്ടവരെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. സ്വന്തം ബാപ്പയുടെ ഉമ്മയുടെ സർവ്വ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തി സ്വാതന്ത്ര്യം കുറഞ്ഞ ഭർത്താവിന്റെ വീട്ടിലേക്ക് അവര് കയറി വരുന്നത് എന്തിനാണ്? അവര് നമുക്ക് വേണ്ടി അവരുടെ വകയായി ഖിദ്മത്ത് ചെയ്യുമ്പോ അവരിൽ നിന്ന് വല്ല ഫാൾട്ടുകളും കണ്ടാൽ, അവരിൽ നിന്ന് വല്ല ഫാൾട്ടുകളും അനുഭവപ്പെട്ടാൽ, അവരിൽ നിന്ന് വല്ല ഫാൾട്ടുകളും കാണുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, അവരെ കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്ന ചില ദുഷിച്ച സ്വഭാവമുള്ള ചില ഉമ്മമാരുണ്ട്. മകളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയാൽ അത് അറിയാതെ വീണതാ. മരോളെ കയ്യിൽ നിന്ന് വീണോക്കണ്ടേ? എങ്ങനെയുണ്ട് ഫാത്തിമ എന്റെ മരോള്? ഒന്നും പറയണ്ട, ഒരു ശ്രദ്ധയില്ലാത്തൊരു പെണ്ണ്. നാ മകളേക്കുന്ന് വീണതിനോ അത് ശ്രദ്ധയില്ലാത്തോണ്ടല്ല, അത് അറിയാതെ വീണതാ. അങ്ങനെയുണ്ട് ചിലത്. പെൺമക്കളെ കുട്ടികളോട് ചിലന്മാർക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവും. ആൺമക്കളെ കുട്ടികളോട് അത്ര വലിയ സ്നേഹം ഉണ്ടാവില്ല. എല്ലാരും അങ്ങനെയാണെന്നല്ല. അതിനൊരു പ്രധാന കാരണം എന്താണെന്നറിയോ? ആൺമക്കളുടെ കുട്ടികള് മരക്കളും കൂടി കുട്ടികളാണ്. അതാണ് ആ വേർതിരിവാണത്. അത് മരോള കുട്ടികളാണ്. അങ്ങനെ ഉണ്ടാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങളെ മക്കൾക്കിടയിൽ നീതിയോടെ പ്രവർത്തിക്കുന്ന ഉമ്മയാവണം. അപ്പോൾ നിങ്ങൾ ആഖിറത്തിൽ വിജയിച്ച ഉമ്മാരാവുള്ളൂ. തുടച്ചു വൃത്തിയാക്കുന്ന സമയത്ത് ചിലപ്പോ പ്രയാസം കൊണ്ട് ചിലപ്പോ ആ മൂലയില് തുടക്കലെത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കഴുകിക്കൊണ്ടുവന്ന അന്ന് കഴുകിയപ്പോ ക്ലാസ്സിന്മേൽ സാബുവിന്റെ കഷ്ണം കിട്ടി. എങ്ങനെയുണ്ട് മരോളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടാവുമല്ലോ പൊതുവെ. അപ്പൊ പറയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു പെണ്ണാണ്. എന്തേ കാരണം? ഇത്രയൊക്കെ തുടച്ചു തന്നിട്ട് ഈ ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും സ്റ്റോർ റൂമും എല്ലാ റൂമുകളും തുടച്ചു വൃത്തിയാക്കി, അതിനൊക്കെ പുറമെ എല്ലാം വൃത്തിയാക്കിയിട്ട് കുറ്റം മാത്രം
മാത്രം പറയാൻ പഠിച്ച ചില ഉമ്മമാര് ബട്ട് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കാരണം കഴിഞ്ഞൊരു ഞാൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും മാറേണ്ടതാണ്, ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, കുറ്റം മാത്രം പറയാൻ എളുപ്പമാണ്. നല്ലത് പറയാൻ പഠിക്കണം. അതാണ് മുത്തുനബിയുടെ നാവ്. അവിടുന്ന് 10 കൊല്ലം അവിടത്തെ ഖിദ്മത്തെടുത്ത് ഒപ്പം ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. 10 കൊല്ലം ഞാൻ മുത്തുനബിയെ ഖിദ്മത്തെടുത്തപ്പോ ആ 10 കൊല്ലത്തിനിടയിൽ എന്നോട് ഒരു ചീത്ത വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്തേ നീ അത് ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തേ നീ അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എത്ര വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. അസ്ഖലു ശൈഇൻ ഫിൽ മീസാൻ. ഉമ്മമാരെ, പങ്ങന്മാരെ, നാളെ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ അമലുകൾ തൂക്കുമ്പോ ഏറ്റവും ഭാരമുള്ള അമല് അത് സൽസ്വഭാവമാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന എന്റെ മകന്റെ ഭാര്യയായി വരുന്ന മകളെ സ്വന്തം മകളെ പോലെ കാണാനും അവരുടെ പിഴവുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും അവർക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയാനും അവരെ കുറ്റം പറയാതിരിക്കാനും കഴിവുള്ള ഉമ്മമാരാണോ ആണോ അവർക്കാണ് അല്ലാഹു സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. അതേസമയം ഞാൻ എന്റെ സഹോദരിമാരോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവിന്റെ ഉമ്മ നമ്മുടെയും ഉമ്മയാണ്. ആ ഉമ്മ നമ്മുടെ കുറവുകൾ നമ്മളിവിടെ പറഞ്ഞു എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മളെ ഒന്ന് കുറ്റപ്പെടുത്തി നമ്മളൊന്ന് ചീത്ത പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങള് അവരെ പറ്റി നിങ്ങൾ ഗീബത്ത് പറയരുത് കേട്ടോ. ചില മരക്കൾ പെരിന്ന് പോയാൽ രണ്ടോടത്ത ഗീബത്ത് ഉണ്ടാവും. ഒന്ന് ഇവിടുന്ന് അമ്മായിമ്മയും നാത്തൂമാരും കൊളപ്പറ്റി. ഇവിടെ അങ്ങോട്ട് എന്നാലോ ഇവിടുത്തെ അമ്മായിമാര് നാത്തൂനെ പറ്റി ഇവിടെ വാങ്ങി. രണ്ട് വീട്ടിലും റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. കുറെ നേർച്ചാക്കിയതുകൊണ്ട് ഫലം കിട്ടൂല. ഇഖാമ ശരിയായിട്ടില്ല, മോന്റെ ഇഖാമ ശരിയായിട്ടില്ല, ദ്വാരന്നാ ഉത്തരം കിട്ടൂല. കാരണം ഈ ഈബത്ത് പറഞ്ഞ ഈ വീട്ടിൽ ദ്വാരന്നാൽ എങ്ങനെ ഉത്തരം കിട്ടുക? റഹ്മത്തിന്റെ മലക്ക് വരോ? അല്ലാഹു നമ്മുടെ നാവിനെ സംരക്ഷിക്കുമാറാവട്ടെ. വിവിധങ്ങൾ പറഞ്ഞു, നാളെ നരകത്തിൽ കിടക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ നരകത്ത് കിടത്തിയ വസ്തു നാവാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവല്ല എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്റെ ചെറുപ്പക്കാരായ യുവാക്കളോട്, ഭർത്താക്കന്മാരായ ആളുകളോട് ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും ലി അഹ്ലിഹി. നബിതങ്ങളോട് സ്നേഹമുണ്ടോ? നബിതങ്ങളോട് ബഹുമാനമുണ്ടോ? ആ നബിതങ്ങൾ ഭാര്യമാരോട് എങ്ങനെയായിരുന്നു അത് പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അപ്പൊ നമ്മളെ ഈ പരിപാടി നമുക്ക് മുതലായി. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാരാ? അങ്ങാടിയിൽ നല്ലവനല്ല, ജനങ്ങൾക്കിടയിൽ നല്ലവനല്ല, നിന്റെ ഭാര്യക്കിടയിൽ, നിന്റെ വീട്ടിനകത്ത് അവർക്ക് നീ നല്ലവനാണോ? അവരാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമരെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ മുന്നിലേ സമദർശിനി എങ്ങനെയുണ്ട്? നന്നാവാനും എത്ര മതി? ഞാൻ എന്റെ വേദം നിർത്തുന്നത് വരെ വേണ്ടാത്ത പറയാതെ നല്ലത് മാത്രം പറഞ്ഞാൽ നിങ്ങൾ എന്നെ പറ്റി എന്താ പറയാ? മൂപ്പര് നല്ലൊരു മനുഷ്യനാണ്. എന്നാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ വേദ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ബാക്കി എന്റെ 22.5 മണിക്കൂർ നിങ്ങൾ കാണുന്നുണ്ടോ? കാണില്ല. ആ 22.5 മണിക്കൂറിന്റെ സ്വഭാവം എന്താണ്? എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെയാണ്? എന്റെ മക്കളോട് എങ്ങനെയാണ്? ജനങ്ങളുടെ മുമ്പിൽ നല്ല അങ്ങാടിയിൽ തക്കാളി വാങ്ങാൻ വരുമ്പോ മാത്രം നല്ലത് ചെയ്താൽ പോനാ നാട്ടിൽ നല്ലോനായിരിക്കും. ബാക്കി 23.5 മണിക്കൂറും മോൻ പെണ്ണുങ്ങളോട് ചൂടുണ്ടാവും, പക്ഷെ നാട്ടുകാർ അറിയില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഹൈറ് ഏറ്റവും ഉത്തമൻ നാട്ടുകാരെ വർത്താനം കേൾക്കാൻ പറ്റില്ല.
നാട്ടുകാരുടെ നല്ലവനാണെന്ന് പറയാൻ എളുപ്പമുണ്ട്, നാട്ടുകാരുടെ പ്രത്യക്ഷപ്പെടുമ്പോ നന്നായ മതി. അതേസമയം തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകൂല. നബിതങ്ങളോട് സ്നേഹമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകൂല, ഉണ്ടാകാൻ പാടില്ലല്ലോ. കൂട്ടുകാരോട് എന്ത് സ്നേഹമാണ്, അവരിൽ നിന്ന് എന്ത് തെറ്റു വന്നാലും ആ കൂട്ടുകാരോട് പൊറുക്കാൻ നമ്മൾ തയ്യാറാണ്. അയൽവാസികളോട് പൊറുക്കാൻ നമ്മൾ തയ്യാറാണ്. മറ്റുള്ളവരോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ സ്വന്തം ഊണിലും ഉറക്കിലും നമ്മളെ ചേർന്ന് കിടക്കുന്ന, നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ എല്ലാം പങ്കാളികളാകുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരുടെ വാക്കിലോ അവരുടെ പ്രവർത്തനത്തിലോ വല്ല പിഴവും സംഭവിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഭർത്താക്കന്മാരില്ലേ? അതെ, കയർക്കുന്ന ഭർത്താക്കന്മാരില്ലേ? കൂട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ്. അയൽവാസികൾക്ക് മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറാണ്. ഭാര്യക്ക് മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറല്ല. യഥാർത്ഥ നല്ല ഭർത്താവ് ആ ഭാര്യയുടെ മേൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ അതാ അവിടത്തെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണ് പൊട്ടിയപ്പോ അവിടെന്ന് എടുത്തു കൊടുക്കുന്നത് മുത്തുനബിയാണ്. ആ ഭാര്യമാരെ വിളിച്ചു വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റിയ ഭർത്താക്കന്മാര് മദീനയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ത്വലാഖ് ചൊല്ലി നിങ്ങളെ വഴിക്ക് വിടാ. ആ 9 ഭാര്യമാരും പറഞ്ഞത് എന്താണ്? യാ റസൂലല്ലാഹ്, വേണ്ട നബിയേ, നിങ്ങളുടെ കൂടെയല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്റെ നബിതങ്ങൾ വലിയ മുതലാളിയായത് കൊണ്ടാണോ? നബിതങ്ങളുടെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ, 3 ദിവസം ചിലപ്പോ ഞങ്ങളുടെ അടുപ്പിൽ തീ കത്തിക്കാറില്ല. എത്ര പട്ടിണിയാണ് അവരൊക്കെ കിടന്നത്, എത്ര വിഷമങ്ങളാണ് അവർ സഹിച്ചത്. അപ്പൊ സമ്പത്ത് കണ്ടിട്ടല്ല ഭാര്യമാരെ ഒപ്പം കൂടിയത്. ഹബീബായ നബിതങ്ങളാകുന്ന ഭർത്താവാകുന്ന നബിതങ്ങള് ഭർത്താവ് എന്ന നിലക്ക് ഭാര്യമാരോട് സൽ സ്വഭാവത്തോടെ പെരുമാറിയപ്പോ എല്ലാ പത്നിമാർക്കും നബിതങ്ങൾക്ക് 100ൽ 100. എന്തൊരു സ്വഭാവം അല്ലേ? എന്തൊരു സ്വഭാവം! ഭർത്താവിന് ഭാര്യയോട് അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോ ദേഷ്യം പിടിപ്പൊക്കെ അങ്ങനൊക്കെ ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങിയതല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളെ ഭാര്യമാര് ഒന്ന് തലവേദനയും പനിയൊക്കെ വന്നെന്ന് കിടന്നോക്കി നമുക്ക് ചെലവ് കൂടൂലേ? കാറ്ററിംഗ് ഒക്കെ പോകേണ്ടി വരും, ചെലവ് കൂടും. ഭാര്യമാര് സഹകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാ അവരെ ചെയ്യുന്ന ഹിദ്മത്തിന്റെ വലിപ്പത്രയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അപ്പൊ അവര് ചെയ്യുന്ന വലിയ ഹിദ്മത്താണ്. അങ്ങനെ വൈകുന്നേരം വരെ അവർ അധ്വാനിക്കാൻ. അപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്ന് ചിലപ്പോ ചീത്തറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാത്തൂന്റെ എന്തെങ്കിലും ഒന്ന് കുത്ത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചില നാത്തൂന്മാരുണ്ട്. എല്ലാരും പറയാ ആരും നല്ലോലാണ്, എല്ലാരും മോശക്കാരുമാണ് അല്ലേ? വെറുതെ കുറ്റം പറയാ, വെറുതെ ഗീബത്ത് പറയാ, ഇതിനു വേണ്ടി മാത്രം ഇരുന്ന് തന്നെ ചില നാത്തൂന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിലവരൊക്കെ പറയാറുണ്ട് അവര് വരുമ്പോ തന്നെ ഞാൻ എന്റെ പെണ്ണുങ്ങളെ കൊണ്ടാക്കലാണ്. അതിന്റെ കാരണം കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരുന്ന് തന്നെ ചില ആളുകള് അവരെ വീട്ടിൽ അടുപ്പിക്കരുത്. റഹ്മത്തിന്റെ മേൽ പോകണത് വരെ വരൂല. ആ സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പ്രസംഗം നിൽക്കായിരിക്കും നമ്മളെ ഭാര്യമാര്. ആ സമയത്തേക്ക് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുന്നത്, ആ സമയത്തേക്ക് ചിലപ്പോ നമ്മൾ കയറി വരുന്നത്. അപ്പൊ ആ ചൂട് മുഴുവനും അമ്മായിമാനോട് ചൂടാൻ പറ്റുമോ? പറ്റൂല. നാത്തൂനോട് പറ്റൂല. അമ്മോശനോട് പറ്റൂല. പിന്നെ ആകെ കൊണ്ടുപോയി തള്ളാൻ പറ്റിയ സ്ഥലം ഒന്ന് ഭർത്താവ്, മറ്റൊന്ന് മക്കളുമാണ്. അതുകൊണ്ട് ഭർത്താവാകുന്ന നമ്മുടെ മുമ്പിൽ
അവർ ഈ പറഞ്ഞ പ്രഷറുകളൊക്കെ തള്ളുമ്പോ നിങ്ങൾ അങ്ങോട്ട് തള്ളാൻ നിൽക്കരുത്. അത് ശരിക്കും കേൾക്കണം. അതാണ് അലൈക്കും ബിസ്സമാഅ്. കേൾക്കാനുള്ള ഒരു സഹനം ഭർത്താക്കന്മാർക്ക് വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് എന്തോ ഒരു വിഷമുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരുടെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ആശ്വാസ വചനങ്ങൾ കൊടുത്ത് ഒരു ഭർത്താവിന് നിൽക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാതെ അവരെന്തെങ്കിലും ചൂടാകുമ്പോഴേക്ക് നമ്മൾ അങ്ങോട്ടും കയർത്ത് സംസാരിച്ച് പിന്നെ പരസ്പരം ആ കുടുംബം തകരുന്നൊരവസ്ഥ ഉണ്ടാകരുത്. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും പറയട്ടെ, ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40-ാം വയസ്സിൽ അതാ നുബുവത്തിന് വേണ്ടി ഏകാന്തനായി ജീവിക്കാൻ പോകുമ്പോ അവിടെ 40 വയസ്സാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന ഭാര്യ മാത്രമേ ഉള്ളൂ. എന്നാൽ 55 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്നതാ മല കയറിയിട്ട് നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത ഭാര്യയാണ്, വെള്ളം കൊടുത്ത ഭാര്യയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ അതാ എനിക്കത് നിർവഹിക്കാൻ കഴിയുമോ എന്ന് പേടിച്ചിട്ട് അവിടത്തേക്ക് പനിച്ചപ്പോ അതാ അവിടുന്ന് ഓടി വന്നിട്ട് ഖദീജ ഉമ്മയോട് പറയാണ്, സമ്മിലൂനി ഖദീജ, എനിക്ക് പനിക്കുന്നു ഖദീജ, എന്നൊന്ന് പുതപ്പിട്ട് മൂടണം. സുബ്ഹാനല്ലാഹ്, ഈ വയസ്സാം കാലത്ത് എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോയത്? പനിയല്ല, ശ്വാസം മുട്ടൽ തന്നെ വരേണ്ടതായിരുന്നു എന്നല്ല പറഞ്ഞത്. ആ മുത്തുനബിയെ ചേർത്ത് പിടിച്ച് അവിടുന്ന് കൂട്ടിപ്പിടിച്ച് അവിടത്തോട് പറഞ്ഞു, നബിയേ ലാ യുഖ്സികല്ലാഹു അബദാ, നിങ്ങളെ അല്ലാഹു ഒറ്റപ്പെടുത്തൂല നബിയേ. കാരണം ഇന്നക ലതസിലുർ റഹിമ വതക്സിബുൽ മഅദൂമ വതഹമിലുൽ കല്ലാ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നന്മകളാണ്. അതുകൊണ്ട് നബിയേ നിങ്ങൾ ഒറ്റപ്പെടൂല. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യമാരാവണം. അവരുടെ കയ്യിൽ കാശില്ല, അവര് ചെയ്ത ബിസിനസ് പൊട്ടിപ്പോയി, അവര് വലിയ വിഷമത്തിലാണ്. അപ്പോൾ ഭർത്താവിന്റെ പോക്കറ്റിന്റെ കുറവ് പറഞ്ഞ് 5 കായില്ലാതെ നിങ്ങൾ നടക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഭാര്യമാരിൽ നിന്നുണ്ടാകരുത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്, അവർക്ക് വേണ്ടത് നിങ്ങളുടെ ആശ്വാസ വചനങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ബറക്കത്തിനൊരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ ദുആ ചെയ്ത് നിർത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മ വഫാത്തായപ്പോ ആ ഉമ്മ 6-ാം വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ 53 കൊല്ലം കഴിഞ്ഞ് തന്റെ 59-ാം വയസ്സിൽ അതാ ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ച് ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോ അബവാഹി എന്ന പ്രദേശത്തെത്തുമ്പോ ഹബീബായ മുത്തുനബി കരയുന്നു. പിഞ്ചുകുട്ടികൾ പൊട്ടിക്കരയുന്നത് പോലെ കരയുകയാണ്. അതുകൊണ്ട് സ്വഹാബത്തും കരഞ്ഞു. എന്തിനാണ് മുഅ്മിനീങ്ങളെ കരഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറെത്തുമ്പോ ആ ഉമ്മയോടുള്ള കടപ്പാട്, ബാപ്പയോടുള്ള കടപ്പാട് അതാലോചിച്ച് മുത്തുനബി കരയുന്നു. അവിടുന്ന് പോറ്റി വളർത്തിയ ഉമ്മയാണ് ഫാത്തിമത്ത് ബിൻത്ത് അസദ്. ആ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആ ഫാത്തിമത്ത് ബിൻത്ത് അസദ് എന്ന മഹദി മരണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനാസയുടെ തലഭാഗത്തിരിക്കുന്നു. റഹിമക്കില്ലാ ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന, വിശക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണമില്ലെങ്കിലും എന്നെ വിശപ്പടക്കിയ, ധരിക്കാൻ നിങ്ങൾക്ക് നല്ല വസ്ത്രമില്ലെങ്കിലും എന്നെ നല്ല വസ്ത്രം ധരിപ്പിച്ച, ദാഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാനില്ലെങ്കിലും എന്റെ ദാഹമകറ്റിയ, അങ്ങനെ എന്റെ എല്ലാ വിഷയത്തിലും എന്റെ ഉമ്മയുടെ അഭാവം എനിക്ക് അനുഭവിക്കാതെ എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഫാത്തിമ
എന്ന മഹദി, ആ മഹദി അവറുകളെ ജനാസ കുളിപ്പിക്കാൻ പറയുന്നു. നബിതങ്ങളെ നേതൃത്വം നൽകുന്നു. അവിടത്തെ കഫൻ തുണിയില് മുത്തുനബിയുടെ കൈ കൊണ്ട് തന്നെ കർപ്പൂരം പുരട്ടുന്നു. അവസാനം അവിടത്തെ ഖമീസ് നബിതങ്ങൾ ധരിച്ച കുപ്പായം ഊരുന്നു. ആ ഊരിയ കുപ്പായം തന്റെ പോറ്റുമ്മയായ ഫാത്തിമത്ത് ബിൻത് അസദ് എന്ന മഹദിയുടെ ജനാസ ആ ശരീരത്തിന് ധരിപ്പിച്ചു കൊടുക്കുന്നു. ഖബർ കുഴിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഖബർ കുഴിച്ച് അവിടെ ഉള്ളിലേക്ക് കുഴി കുഴിച്ച് അങ്ങോട്ട് കടത്തുന്ന ലഹദ് എന്ന ഖബറാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, 2 രൂപത്തിൽ ഖബറുണ്ട്. ആ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് കുഴിച്ചു. ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് ഖബർ നിർമ്മാണം പൂർത്തിയായപ്പോ ആ ഖബറിൽ നബിതങ്ങൾ നീണ്ടു കിടന്നു. അല്ലാഹുമ്മ ഫില്ലി ഉമ്മി ഫാത്തിമ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലഖിൻഹാ ഹുജ്ജതഹാ, ഖബറിലെ ചോദ്യങ്ങൾക്ക് നീ മറുപടി നൽകണേ അല്ലാഹ്. വവസ്സിഅ മദ്ഖലഹാ, എന്റെ ഉമ്മാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ചെയ്ത് മുത്തുനബി എഴുന്നേൽക്കുന്നു. മഹദി അവറുകളെ ഖബറിൽ കടത്തുന്നു. തിരിഞ്ഞു പോരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയേ എന്തിനാണ് നിങ്ങൾ അങ്ങനൊക്കെ ചെയ്തത്? അവിടെന്ന് പറഞ്ഞു, ഉമറേ എന്നെ ഉമ്മയാണ്, എന്നെ പോറ്റി വളർത്തിയ എന്നെ പോറ്റുമ്മയാണ്. ആ ഉമ്മാക്ക് ഏറ്റവും ആവശ്യം ഇപ്പോഴല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഡ്രസ്സ് ധരിപ്പിച്ചത്. എന്റെ ഉമ്മ നരകത്തിൽ കടക്കാതിരിക്കാൻ, നരകം എന്റെ ഉമ്മാനെ തൊടാതിരിക്കാൻ ഞാൻ എന്റെ ഡ്രസ്സ് ധരിപ്പിച്ചതാണ്. ഞാൻ ആ ഖബറിൽ കിടന്നത് എന്തിനാണെന്നറിയോ? ഏത് ഖബറും ഒരാളെ ഇടുക്കിക്കളയും. എന്നാൽ ആ ഇടുക്കത്തിൽ നിന്ന് എന്റെ ഉമ്മ രക്ഷപ്പെടണം, എന്റെ പോറ്റുമ്മ സലാമത്താവണം. അവർക്ക് മകനെന്ന നിലക്ക് ഞാൻ ഇപ്പോഴല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. ആ മരണപ്പെടുമ്പോഴും കടപ്പാട് തീർക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിച്ചിരിക്കുന്ന ഉപ്പമാരുണ്ടോ? അവരെ വഫാത്തായാലേ അവരുടെ വിലയറിയോ? അവരുടെ ദുആ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സാധുവായ ഞാനിവിടെ പ്രസംഗിക്കുന്നത് അത് എന്റെ പവറല്ല, അത് എന്റെ കഴിവല്ല. എന്റെ ഉമ്മയുടെ ദുആയാണ്, എന്റെ വാപ്പയുടെ ദുആയാണ്, എന്റെ ഉസ്താദുമാരുടെ പിന്തുണയാണ്. അല്ലാതെ നമുക്കൊരു കഴിവും അല്ലാഹു നൽകുന്നില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മയും ബാപ്പയും അവരോട് വല്ല വാക്കിലോ പ്രവൃത്തിയിലോ അവരുടെ മനസ്സ് വേദനിക്കുന്ന വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിക്കലല്ലാതെ ആഖിറത്തിൽ രക്ഷപ്പെടൂല കേട്ടോ. മരണപ്പെട്ടു പോയവരാണോ അവരുടെ ഖബറിൽ ചെന്ന് ദുആ ചെയ്യണം പുരുഷന്മാരും. അതേ ഉമ്മമാര് സഹോദരിമാരും അല്ലാത്തവരും യാസീൻ ഓതി ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യണം, ഉമ്മാക്ക് വേണ്ടി സംഭാവനകൾ കൊടുക്കണം. അവരുടെ ദോഷം പൊറുക്കാൻ നമ്മളെപ്പോഴും ദുആർക്കണം. അങ്ങനെ അവരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുത്താൽ അല്ലാഹു ഉമ്മയുടെ ബാപ്പയുടെ തൃപ്തി ലഭിച്ചവരിൽ അല്ലാഹു അവരെയും ഉൾപ്പെടുത്തുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാര് ഉപ്പമാര് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ പലരുടെയും ഉമ്മ ഉപ്പമാര് ഖബറിലാണ്. അവരുടെയൊക്കെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മജ്ലിസിന് വേണ്ടി സഹായിച്ചവർ, നാട്ടിലുള്ളവർ, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ. അവരിവിടെ ഇല്ലെങ്കിലും ഓൺലൈനിലൂടെ അവർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ സൗകര്യപ്പെടുമ്പോൾ അവർ കാണും. അവര് നാട്ടിലേക്ക് ഇവിടുത്തെ പരിപാടിയുടെ ഭംഗിക്ക് വേണ്ടി അവര് പല സംഭാവനകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പല ആളുകളെയും ഈ പ്രവർത്തകര് സംഘാടകര് സമീപിച്ചപ്പോ സമ്മാനങ്ങളായും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും.
ഭക്ഷണം നൽകിയവര് അല്ലാഹുവേ അതൊക്കെ നീ കബൂലാക്കണം റഹ്മാനേ. നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കുന്ന ശഫാഅത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ പെട്ടുകിട്ടാൻ അല്ലാഹുവേ ഇത്തരം വിഷയങ്ങളൊക്കെ നീ കാരണമായി കബൂലാക്കണം അല്ലാഹ്. അതുപോലെ രോഗികളുണ്ട്, അല്ലാഹു ശിഫ നൽകണം റഹ്മാനേ. അതുപോലെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇബ്രാഹിം ചെറുവത്ത്, മുഹമ്മദ് കുട്ടി മടന്നയിൽ, സിദ്ദീഖ് കുറ്റിയിൽ, അതുപോലെ സൈദാലിക്കുട്ടി ഹാജി, ഇബ്രാഹിം ചെറുവത്ത്, അതുപോലെ മുഹമ്മദ് കുട്ടി മടന്നയിൽ, ഇങ്ങനത്തെ വായിച്ചല്ലേ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ അടുത്തും അതുപോലെ കഴിഞ്ഞ നമ്മളെ മജ്‌ലിസുകളിൽ നടന്ന പലരും ഇന്ന് കൂടെ ഇല്ല. അങ്ങനെ നമ്മളെ പരിസരത്ത് നിന്ന്, അയൽവാസികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ നമുക്കൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അവരുടെ ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും റബ്ബേ ഇവിടെ നൽകിയ സ്വതക്കകളുമെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. റബ്ബേ ഇന്ന് രാവിലെ 10 മുതൽ ആരംഭിച്ച പരിപാടി ഇത്ര സമയവും റബ്ബേ ഇതിൽ വന്നിരിക്കുന്ന ഉപ്പമാരും ഉമ്മമാര് സഹോദര സഹോദരിമാരും ഞങ്ങളുടെ ചെറിയ പിഞ്ചു കുട്ടികളടക്കം നീ എല്ലാം കബൂലാക്കണേ അല്ലാഹ്. എല്ലാ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് റബ്ബേ സ്റ്റേജ് കെട്ടാൻ ഇതെല്ലാം ഒരുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഇത് ഇത്ര വലിയ ഭംഗിയാക്കാൻ പ്രവർത്തിച്ചതിന്റെ സംഘാടകര്, ഇതിന് നേതൃത്വം നൽകുന്നവര്, ഇതിലേക്ക് സംഭാവന നൽകിയവര്, ഭക്ഷണം മറ്റൊക്കെ നൽകിയവര്, നാട്ടിലുള്ളവര്, പ്രവാസികള്, എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ജോലി സംബന്ധമായി, ഇഖാമ സംബന്ധമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. നീ സലാമത്ത് കൊടുക്കണം അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വീട്ടാനുള്ള വഴി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, വീട് പണി ആരംഭിച്ചവര്, ആഗ്രഹിക്കുന്നവര് നീ വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന മക്കളുണ്ട്, യോജിച്ച് ഗണകളെ നൽകണേ റഹ്മാനേ. റബ്ബേ, വിവാഹം കഴിഞ്ഞ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളെ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൺകുളിർമ നൽകുന്ന മക്കളിൽ പെടുത്തണം അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാഹ്. റബ്ബേ, ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി, പേര് വായിച്ചവരും അല്ലാത്തവരും ഇവിടെ ഒരുമിച്ചുകൂടെ പലരുടെയും ഉപ്പമാരുമ്മമാര്, കുടുംബങ്ങള് റബ്ബേ, ഈ പ്രോഗ്രാം നടക്കുന്നതിന് ചുറ്റുഭാഗത്തുള്ള അയൽവാസികളുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവരുടെ ഖബറിലേക്ക് നിന്റെ സന്തോഷം എത്തിക്കണം അല്ലാഹ്. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബേ, അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോടുകൂടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈ പ്രോഗ്രാം നടത്താൻ എത്തുന്ന ഒരുപാട് പ്രവർത്തകർ, ചെറുപ്പക്കാര്, കാരണവന്മാർ, റബ്ബേ, അവരൊക്കെ പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. നീ അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാഹ്. ഒരു അപകടത്തിലും അവരെയും ഞങ്ങളെയും പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി